കഥ തുടരുന്നു. എന്താണെന്ന് പെട്ടെന്ന് പറയ ദക്ഷിണേ. ഇർഫാൻ മുഹമ്മദ് തിടുക്കം കൂട്ടി. അവിടേക്ക് ഓടിയെത്തിയ നാട്ടുകാർ ഇതിനോടകം വാസുദേവ പണിക്കരെ താങ്ങിയെടുത്ത് കഴിഞ്ഞിരുന്നു. കുസുമവും പ്രത്യക്ഷയും അലറി കരയുകയാണ്. പണിക്കരുടെ ശിരസിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടേയിരുന്നു. വെള്ളം വെള്ളം പണിക്കർ മന്ത്രിച്ചു. ആരോ ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. നിങ്ങൾ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. ജംഗ്ഷനിൽ പോലീസ് ജീപ്പ് കിടപ്പുണ്ട്. ജനത്തോട് പറഞ്ഞിട്ട് ഇർഫാൻ മുഹമ്മദ് വീണ്ടും ദക്ഷിണയ്ക്ക് നേരെ തിരിഞ്ഞു. വേഗം പറയൂ. ദക്ഷിണ വല്ലവിധാനെയും പറഞ്ഞൊപ്പിച്ചു. നിങ്ങളെല്ലാം റോഡിലേക്ക് പോയപ്പം ദാ ആ ജാതി ചൂട്ടിൽ നിന്ന് 2 പേർ ചാടി വീണു. അവർ എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. ഞാൻ ഒരാളുടെ കൈ കടിച്ചു മുറിച്ചു. അപ്പോൾ അവർ അമ്മയെ പിടിച്ചു. തടയാൻ ശ്രമിച്ച പണിക്കരി സാറിന്റെ തലയിൽ എന്തോ കൊണ്ട് അടിച്ചു. ഇർഫാന്റെ ചെന്നിയിലെ ഞരമ്പുകൾ പിടച്ചു പൊങ്ങി. എവിടേക്ക് അവർ പോയത്? കൂടുതൽ കേൾക്കാനുള്ള ക്ഷമയിലായിരുന്നു ഇർഫാൻ മുഹമ്മദിന്. അവിടേക്ക്. ദക്ഷിണ ഇരുളിലേക്ക് കൈ ചൂണ്ടി. ഇർഫാൻ വെട്ടിത്തിരിഞ്ഞു. എല്ലായിടത്തും നോക്ക്, അയാൾ ജനങ്ങളോട് പറഞ്ഞു. അവർ ഇരയെ പിടിക്കുന്ന മൃഗങ്ങളുടെ വേഗത്തിൽ ടോർച്ചും മറ്റുമായി ചുറ്റുപാടും പാഞ്ഞു. കൂരാച്ചുണ്ട്. ശശാങ്കന്റെയും സംഘത്തിന്റെയും വാഹനങ്ങൾ അവിടെ എത്തി. അവയുടെ ഹെഡ്ലൈറ്റുകൾ നാട്ടുകാർ തകർത്തിരുന്നതിനാൽ ഇൻഡിക്കേറ്ററുകളുടെ വെളിച്ചത്തിൽ മാത്രമാണ് അവർ അവിടെ വരെ എത്തിയത്. അടുത്ത നിമിഷം എതിർദിശയിൽ നിന്ന് വന്ന പോലീസിന്റെ ഒരു ബൊലേറോ അവയ്ക്ക് മുന്നിൽ ബ്രേക്കിട്ടു. ശശാങ്കനൊന്ന് ഞെട്ടി. ബൊലേറോയിൽ നിന്ന് SIയും പോലീസുകാരൻ ചാടിയിറങ്ങി. നിമിഷത്തിനുള്ളിൽ വാഹനങ്ങൾ വളഞ്ഞു. ഇങ്ങോട്ട് ഇറങ്ങിനടാ, രാജസേനൻ ഒച്ചയുയർത്തി. എന്തിനാ സാറേ? പേടി പുറത്തു കാട്ടാതെ ശശാങ്കൻ തല നീട്ടി. നിന്നെയൊക്കെ സിനിമയിലെടുക്കാൻ. ഇറങ്ങടാ മര്യാദയ്ക്ക്. ശശാങ്കനും തമ്പിയും മറ്റും ഇറങ്ങി. പോലീസ് വാഹനങ്ങൾ മുഴുവൻ പരിശോധിച്ചു. പക്ഷേ അതിനുള്ളിൽ കാവേരി ഉണ്ടായിരുന്നില്ല. എന്തിയുടെ കാവേരി? SI ശശാങ്കന്റെ മുന്നിലെത്തി. അവരുടെ വീട്ടിലുണ്ട് സാറേ. ദേ വേലയിറക്കല്ലേ, അടിച്ചു തന്റെ പല്ല് പറിക്കും ഞാൻ. രാജസേനൻ ശശാങ്കനെയും തമ്പിയെയും മാറി മാറി നോക്കി. ഒപ്പം ശശാങ്കന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. സത്യമാ സാറേ? അല്ലെങ്കിൽ നിങ്ങൾ സിഐയോടൊന്ന് വിളിച്ചു ചോദിക്കേ. പറഞ്ഞത് തമ്പിയാണ്. രാജസേനൻ ശശാങ്കനെ പിടിവിട്ടതും തമ്പിയുടെ കരണമടിച്ച് ഒറ്റയടി. മിണ്ടരുത്. ചോദിക്കുമ്പോൾ മാത്രമേ നാവനക്കാവൂ. മനസ്സിലായോടാ? വേച്ചുപോയി TVയിലേക്ക് ചാരിക്കൊണ്ട് തമ്പി തലയാട്ടി. എന്നിട്ട് രാജസേനൻ ഇർഫാൻ മുഹമ്മദുമായി ഫോണിൽ ബന്ധപ്പെട്ടു. കാവേരി ചേച്ചി അതിനുള്ളിൽ ഇല്ലെങ്കിൽ അവരെ വിട്ടേരെ. പിന്നെ കോഴിക്കോട് എത്തുന്നത് വരെയെങ്കിലും അവരെ ശ്രദ്ധിക്കണം. ആരെങ്കിലും ആ സ്ത്രീയെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടോ എന്ന് ഇർഫാൻ നിർദ്ദേശിച്ചു. സർ. അയാൾ ഫോൺ പോക്കറ്റിലിട്ട് ശശാങ്കന് നേരെ തിരിഞ്ഞു. കാവേരി എന്ന സ്ത്രീയെ കിഡ്നാപ്പ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ രാജനെ ഉരുട്ടിക്കൊന്ന ഇരുമ്പുരക്ക ഇപ്പോഴും കക്കയത്ത് കാണും. നിന്നെയൊക്കെ ഞങ്ങൾ ഉരുട്ടിക്കൊല്ലും. പിന്നെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ കൊണ്ടു തട്ടും. അയാൾ മീശയൊന്ന് തടവി. സത്യമായിട്ടും ഞങ്ങൾക്ക് അക്കാര്യത്തിൽ മനസ്സറിവില്ല സാറേ. ശരി, പോയിക്കോ. രക്ഷപ്പെട്ടതുപോലെ ശശാങ്കനും തമ്പിയും മറ്റും വാഹനങ്ങളിൽ കയറി. അവ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോയി. ചടയമംഗലം. ജഡായു പാറയ്ക്ക് മുകളിൽ മാനം നോക്കി കിടക്കുകയായിരുന്നു ധനുഷും ഋഷികേശും. എന്താണ് നമ്മുടെ അടുത്ത പരിപാടി? നക്ഷത്രങ്ങളിൽ നിന്ന് കണ്ണെടുക്കാതെ ഋഷികേശ് തിരക്കി. ധനുഷ് എഴുന്നേറ്റിരുന്ന് താഴേക്ക് നോക്കി. താഴെ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ വാഹനങ്ങൾ പോകുന്നതിൻ്റെ വെളിച്ചം കാണാം. ഇടയ്ക്ക് വെച്ച് പണി നിർത്തിയ റോപ്പ് വേയുടെ അവശിഷ്ടങ്ങളും കാണാം. ഇരുമ്പു കയറിലൂടെ പാറപ്പുറത്തേക്ക് വരികവേ കോൺട്രാക്ടറുടെ മകൻ അപകടത്തിൽപ്പെട്ട് മരിച്ചതുകൊണ്ടാണ് പണി നിർത്തിയതെന്ന് ധനുഷ് ഓർത്തു. ഋഷി. ധനുഷ് അവൻ്റെ നേർക്ക് തിരിഞ്ഞു. എല്ലാത്തിൻ്റെയും പ്രധാന തുടക്കം സ്കൂളിലെ ലഹരി മരുന്ന് കച്ചവടമാണല്ലോ. നമ്മൾ പഠിച്ച സ്കൂളിൽ ഇനി ഒരാൾ പോലും ലഹരിക്ക് അടിമപ്പെട്ടുകൂടാ. ശശാങ്കനും മറ്റും മടങ്ങിയെത്തും വരെ നമുക്ക് സമയമുണ്ട്. ഋഷികേശും എഴുന്നേറ്റിരുന്നു. വേരോടെ അവന്മാരെ പിഴുതെറിയണം. എന്നുവെച്ചാൽ ഇവിടുത്തെ ഡീലർമാരെ. ഇനി ആരെങ്കിലും ഇവിടെ അത്തരം കച്ചവടത്തിന് ഇറങ്ങാൻ പോലും ഒന്നറയ്ക്കണം. ധനുഷ് തൻ്റെ ആശയം വ്യക്തമാക്കി. എന്നിട്ട് കൂട്ടിച്ചേർത്തത് ഇങ്ങനെ. സലീം മുഹമ്മദ് സാർ നമുക്ക് അതിനുവേണ്ട വാഹനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തരും. അവൻ പറഞ്ഞു നിർത്തിയ നിമിഷം ഫോൺ ശബ്ദിച്ചു. ഋഷികേശിൻ്റെ പോക്കറ്റിലായിരുന്നു അത്. അവൻ എടുത്തു നോക്കി. ദക്ഷിണ. എന്താ മോളെ? വേഗം അറ്റൻഡ് ചെയ്തു. അപ്പുറത്തുനിന്ന് ആദ്യം കേട്ടത് ഒരു നിലവിളി. ധനുഷും ഫോണിനോട് കാതു ചേർത്തിരിക്കുകയായിരുന്നു. ഇരുവരും ഒന്ന് ഞെട്ടി. കരയാതെ കാര്യം പറയടി. ചേട്ടാ, അമ്മ. അവരുടെ നട്ടലിനുള്ളിൽ ഒരു മിന്നൽ പുളഞ്ഞു. ദക്ഷിണ വിക്കി വിക്കി കാര്യം പറഞ്ഞു. ഈശ്വര. ഋഷികേശ് നെഞ്ചിൽ കൈവച്ചു. ഇല്ല മോളെ, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പിന്നെ വിളിക്കാം. അവൻ കോൾ കട്ട് ചെയ്തിട്ട് ഇർഫാൻ മുഹമ്മദിൻ്റെ നമ്പറിൽ കുത്തി. സാർ, വിവരം അറിഞ്ഞു അല്ലേടാ? നേരം പുലരും മുമ്പ് ഞാൻ കാവേരി ചേച്ചിയെ കണ്ടെത്തിയിരിക്കും. എന്നിട്ട് അവിടേക്ക് വിളിക്കാം. ഇർഫാൻ കോൾ മുറിച്ചു. ധനുഷേ. ഋഷികേശ് പകപ്പോടെ അവനെ നോക്കി. അവരെ തനിച്ചാക്കിയിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നത് അബദ്ധമായോടാ? ധനുഷ് മിണ്ടിയില്ല. അല്പനേരം കൂടി അവിടെ ഇരുന്നിട്ട് അവർ എഴുന്നേറ്റു. കുന്നിന് താഴെയാണ് സലീം മുഹമ്മദിൻ്റെ വീട്. അവർ അങ്ങോട്ട് നടന്നു. ആ നേരത്ത് കരിയാത്തുംപാറ ഡാം സൈറ്റ്. പാലത്തിലൂടെ വൃത്താകൃതിയിലുള്ള തുരുത്തിലേക്ക് ഒരു മാരുതി വാൻ വന്നു നിന്നു. അതിൻ്റെ സ്ലൈഡിംഗ് ഡോർ പിന്നോട്ട് നിരങ്ങി മാറി. ഇറങ്ങണി ഇങ്ങോട്ട്. 2 പേർ ചേർന്ന് കാവേരിയെ വലിച്ചിറക്കി. പിന്നെ നിലാവിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് നടത്തി. കാറ്റടിക്കുമ്പോൾ ഡാമിലെ വെള്ളം ഇളകുന്നതൊഴിച്ച്
ശബ്ദമൊന്നും കേട്ടില്ല. തുരുത്തിൽ നട്ടുവളർത്തിയ അക്കേഷ്യ മരങ്ങൾ തണുത്ത കാറ്റിൽ ഇളകിയാടി. ടൂറിസ്റ്റുകൾക്കായി ഒരുക്കിക്കൊണ്ടിരുന്ന ഹട്ടുകളിൽ ഒന്നിലാണ് അവർ കാവേരിയെ എത്തിച്ചത്. അടുത്ത നിമിഷം അതിനുള്ളിൽ ഒരു ലൈറ്റർ മിന്നി. അത് ഒരു സിഗരറ്റിന്റെ അഗ്രത്തിലേക്ക് തീ പടർത്തി. ആ വെളിച്ചത്തിൽ കാവേരി മുന്നിലെ മുഖം തിരിച്ചറിഞ്ഞു. ചെറുകണ്ടം ദിനേശൻ. ജയിലിൽ കിടന്നിരുന്ന ഇയാളെങ്ങനെ ഇവിടെ എത്തിയെന്ന് കാവേരിക്ക് മനസ്സിലായില്ല. സിഗരറ്റിന്റെ അഗ്രത്തിലെ വെളിച്ചം അവർക്കരികിലേക്ക് വന്നു. ഒപ്പം അവരുടെ മുഖത്തേക്ക് പുക ഊതപ്പെട്ടു. കാവേരി മുഖം വെട്ടിച്ചു. വായിൽ തുണി തിരുകി വട്ടം കെട്ടിയിരിക്കുകയായിരുന്നതിനാൽ അവർക്ക് മിണ്ടാനായില്ല. ഞാൻ എന്നും ജയിലിൽ തന്നെ കിടക്കുമെന്ന് നീയും നിന്റെ മക്കളും കരുതി അല്ലേടി? നിന്നെയൊക്കെ ഇവിടെയിട്ട് കൊത്തി എരിഞ്ഞാലും ഈ ദിനേശൻ പ്രതിയാകത്തില്ലടി. കാരണം നാളെ നേരം പുലരുമ്പോൾ ഞാൻ ജയിലിൽ തന്നെ ഉണ്ടാവും. ദിനേശൻ ചിരിച്ചു. ഒപ്പം വന്നവർ കാവേരിയുടെ കയ്യിലെ പിടുത്തം വിട്ടു. അടുത്ത നിമിഷം കാവേരി വായിലെ തുണി വലിച്ചു മാറ്റിയിട്ട് ചീറി. ദിനേശ, നീ വെറുതെ അഹങ്കരിക്കല്ലേ. ജയിലിൽ നിന്ന് നിന്നെ ഇറക്കി വിടാനും കയറ്റാനുമൊക്കെ ആളുണ്ടാവാം. പക്ഷേ എന്നെ നീ ഉപദ്രവിച്ചാൽ എന്താടി? അയാൾ സിഗരറ്റ് കുറ്റി ഡാമിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എൻ്റെ എല്ലാ പതനത്തിനും കാരണക്കാർ നിന്റെ മക്കളാ. ഒക്കെ ഞാൻ അറിഞ്ഞു. അമ്മയോട് ഒത്തിരി സ്നേഹമുള്ള മക്കളാണല്ലോ അവരെ. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അവനെയൊക്കെ ഞാൻ കൊത്തിയെരിയും. കാവേരി പതറിയില്ല. ബലമായി അയാളുടെ കൈകൾ പിടിച്ചു മാറ്റി. നിനക്കതിന് കഴിയില്ല ദിനേശ. ഈ വിവരമെങ്ങാനും എൻ്റെ കുട്ടികൾ അറിഞ്ഞാൽ നിന്റെ വീട് പോലും ബാക്കി കാണില്ല. അവരുടെ ധൈര്യത്തിന് മുന്നിൽ ദിനേശനൊന്ന് പതറി. അവർക്ക് പിന്നാലെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അയാൾ ചുറ്റും നോക്കി. ഇല്ലെന്നുറപ്പാക്കിയിട്ട് അയാൾ ഫോൺ എടുത്ത് കാവേരിക്ക് നീട്ടി. വിളിക്കടി അവന്മാരെ. എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ. അവർ സ്ഥലത്തില്ലല്ലോ ദിനേശ. പകരം ഞാൻ വന്നാൽ മതിയോ? പെട്ടെന്ന് ഇരുട്ടിൽ നിന്നൊരു ചോദ്യം. അയാളും കാവേരിയെ കൊണ്ടുവന്നവരും അടക്കം ഞെട്ടിത്തിരിഞ്ഞു. തൊട്ടരികിൽ തറയിൽ നിന്ന് മുളച്ചു വന്നതുപോലെ ഒരാൾ. ആരടാ നീ? ചോദിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ടാഞ്ഞു. ആ സെക്കൻഡിൽ അയാൾക്ക് നെഞ്ചിനു മധ്യത്തിൽ ഒരു ഇടി കിട്ടി. ഹാ! അർദ്ധവിലാപത്തോടെ അയാൾ മലർന്നു വീണു. ദിനേശിന് ആപത്ത് ബോധ്യമായി. ആഗതൻ തൻ്റെ മുഖത്തേക്കൊരു പെൺടോർച്ച് തെളിച്ചു കാണിച്ചു. അരിമോട എന്നെ സർവരും വിറച്ചുപോയി. ഇർഫാൻ മുഹമ്മദ്. ആളെ തിരിച്ചറിഞ്ഞതേ ഗുണ്ടകൾ രണ്ടും ഇരുളിലേക്ക് ഊളിയിട്ടു. ഇർഫാൻ കുതിച്ചു ചാടി ഒറ്റത്തൊഴി. ദിനേശൻ പണിതീരാത്ത സിമന്റ് ഭിത്തിയിൽ ചെന്നിടിച്ചു. ഇനി നീയൊന്ന് നീന്തിയിട്ട് വാടാ. അയാൾ ദിനേശിനെ ഉയർത്തി വെള്ളത്തിൽ കളഞ്ഞു. ചേച്ചി പേടിച്ചു പോയോ? ഇർഫാൻ തിരിഞ്ഞ് കാവേരിയെ നോക്കി. അവർ ചിരിച്ചു. ഉച്ച. സ്കൂളിൽ ഇന്റർവെൽ സമയം. മൈതാനത്തിന്റെ അരികിലേക്ക് ഒരാൾ ബൈക്കിൽ വന്നു. ഹെൽമറ്റ് ധരിച്ചിരുന്ന അയാൾ ഒരു മരച്ചുവട്ടിൽ അത് നിർത്തി ചുറ്റും നോക്കി. കൊച്ചുകുട്ടികൾ പന്ത് കളിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നവരിൽ ഒരു +2 വിദ്യാർത്ഥി പെട്ടെന്ന് എഴുന്നേറ്റ് ബൈക്കിനടുത്തെത്തി. ഒരു പൊതി വാങ്ങി പാൻസിന്റെ പോക്കറ്റിൽ തിരുകി. ബൈക്കിൽ വന്നവൻ പെട്ടെന്ന് അത് മുന്നോട്ടെടുത്തു. അവൻ റോഡിലെത്തിയതും തൊട്ടു പിന്നിൽ ഒരു സുമോ വാനിന്റെ മുഖം തെളിഞ്ഞു. മിന്നൽ വേഗത്തിൽ അത് ബൈക്കിനൊപ്പം എത്തി. ഹെൽമറ്റ് ധാരി ബൈക്ക് ഇടത്തേക്ക് വെട്ടിച്ചു. ബൈക്കിനെ കടന്ന് മുന്നോട്ട് വന്ന സുമോ പെട്ടെന്ന് റോഡിന്റെ ഇടതുവശത്തേക്ക് ചേർന്നു. ബൈക്കിന്റെ ഹാൻഡിലിൽ സുമോയുടെ ബോഡി തട്ടി. എടാ! ഹെൽമറ്റിനുള്ളിൽ നിന്ന് ഒരു ചീത്തവിളി കേട്ടു. ഒപ്പം ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞു. ആ നിമിഷം സുമോ ബ്രേക്കിട്ടു. ധനുഷും ഋഷികേശും ചാടിയിറങ്ങി അവനെ വലിച്ചു പൊക്കി. വല്ലതും പറ്റിയോടാ? അവർ അവൻ്റെ ഹെൽമറ്റ് വലിച്ചൂരി. പരസ്പരം കണ്ട അവർ ഇരുവരും അമ്പരന്നു. ഒരിക്കൽ തങ്ങൾ പിടികൂടിയ ലഹരി സ്റ്റാമ്പ് വിൽപ്പനക്കാരൻ. അന്ന് സായക്കും ദ്രോണുമാണ് ഇവനെ രക്ഷിക്കാനെത്തിയത്. ധനുഷിനെയും ഋഷികേശിനെയും തിരിച്ചറിഞ്ഞ് അവനും നടുങ്ങി നിന്നു. നിങ്ങൾ? അതേടാ, നിന്നെ തേടി തന്നെ വന്നതാ. മനഃപൂർവ്വമാ വീഴ്ത്തിയത്. ഋഷികേശ് ചിരിച്ചു. ബൈക്ക് ഉപേക്ഷിച്ച് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവർ വിട്ടില്ല. അവനെ വലിച്ച് സുമോയ്ക്കുള്ളിൽ കയറ്റി സീറ്റിനടിയിലേക്കിട്ടിട്ട് ചവിട്ടിപ്പിടിച്ചു. ഡോർ അടഞ്ഞു. ഡ്രൈവർ സുമോ പായിച്ചു. പ്ലാറ്റ്ഫോമിൽ മുഖം ചേർത്ത് ചവിട്ടിപ്പിടിച്ചിരുന്നതിനാൽ അവന് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു മിനിറ്റ് കൊണ്ടാണ് ഇത്രയും നടന്നത്. അതിനാൽ ഈ സംഭവം ആരും കണ്ടുമില്ല. തീർത്തും അസ്വസ്ഥനായിരുന്നു ചക്രപാണി. പ്രകാശ് ചന്ദ്രന് എന്ത് സംഭവിച്ചു? ചക്രപാണി പ്രകാശ് ചന്ദ്രന്റെ സുഹൃത്തുക്കളെ എല്ലാം ഫോണിൽ വിളിച്ചു തിരക്കി. അവർക്ക് ആർക്കും അറിയില്ല. അവസാനം SP നിരീക്ഷിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും അയാൾ പ്രകാശിന്റെ നമ്പറിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ് എന്ന മറുപടി. അവ്യക്തമായ ഒരു ഭീതി ചക്രപാണിയെ വലയം ചെയ്തു തുടങ്ങി. ഇനി SP സാർ തന്നെയാണോ ഇങ്ങനെയൊരു നാടകത്തിന് പിന്നിൽ എന്ന് പോലും അയാൾ സംശയിച്ചു. ആ നേരത്താണ് ശശാങ്കന്റെ കോൾ അയാളെ തേടിയെത്തിയത്. കോഴിക്കോട് കക്കയത്ത് വെച്ച് നടന്ന സംഭവം അത്രയും ശശാങ്കൻ പറഞ്ഞു കേൾപ്പിച്ചു. ചക്രപാണി വിയർത്തുപോയി. അപ്പോൾ ധനുഷിനെയും ഋഷികേശിനെയും നിങ്ങൾ കണ്ടില്ലേ? ഇല്ല. അവർ എവിടെ പോയി? ഒളിവിലാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ആ ഇർഫാൻ മുഹമ്മദില്ലേ, അയാൾ അവരെ മാറ്റിക്കാണും. അവിടുത്തെ ഒരു നാട്ടുരാജാവുമായിട്ട് അവന്മാരൊന്ന് കൊരുത്തു. അയാളിപ്പോൾ അകത്താ. ഏതു നിമിഷവും ഒരു തിരിച്ചടി അവന്മാരെ പ്രതീക്ഷിച്ചിരിക്കാം. പ്രകാശ് ചന്ദ്രനെ കാണാനില്ലെന്ന വാർത്ത ചക്രപാണി അറിയിച്ചു. മറുത്തലിക്കൽ ഒരു നിമിഷത്തെ മൗനം. പിന്നെ കേട്ടു. സൂക്ഷിക്കണം ചക്രപാണി. നാളെ രാവിലെ ഞങ്ങൾ അങ്ങെത്തും. അപ്പോഴേക്കും വണ്ടികളുടെ പണി കഴിഞ്ഞു കിട്ടും. കോൾ മുറിഞ്ഞു. സന്ധ്യ. ചക്രപാണി തൻ്റെ വീട്ടിലെത്തിയപ്പോൾ അയാൾക്ക് മറ്റൊരു ഫോൺ കോൾ. എടുത്തു നോക്കിയ ചക്രപാണിയുടെ മുഖം തെളിഞ്ഞു. എന്താടാ? സാർ, സാധനം തീർന്നു. നാളെ വിതരണം ചെയ്യണമെങ്കിൽ വേറെ കിട്ടണം.
പണം എൻ്റെ കയ്യിലുണ്ട്. എവിടെ വരണം ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അയാൾ കോൾ കട്ട് ചെയ്തു. ആ നേരത്ത് ധനുഷ് ഋഷികേശും പിടികൂടിയ ചെറുപ്പക്കാരൻ ഇനി എന്ത് എന്ന ഭാവത്തിൽ ദയനീയമായി അവരെ നോക്കുകയായിരുന്നു. അവൻ്റെ പേര് പ്രമോദ്. അവനാണിപ്പോൾ CI വിളിച്ചത്. ധനുഷ് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി മുന്നിൽ വെച്ചു. സാധാരണ എവിടെ വെച്ചാടാ അയാൾ സാധനം തരുന്നത്? അങ്ങനെ ഒരിടത്തല്ല, പല സ്ഥലങ്ങളിലായിട്ടാ. പ്രമോദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നെ ഒന്നും ചെയ്യരുത്. അതിപ്പോൾ പറയാൻ പറ്റില്ല. പറഞ്ഞത് ഋഷികേശാണ്. നീ ഞങ്ങളോട് സഹകരിച്ചാൽ നിന്നെ ഞങ്ങൾ രക്ഷിക്കും. പിന്നെ ഇതിൻ്റെ പേരിൽ ചക്രപാണി ഒരിക്കലും നിന്നെ ദ്രോഹിക്കില്ലെന്ന ഉറപ്പും തരാൻ ഞങ്ങൾക്ക് സാധിക്കും. പെട്ടെന്ന് വടികുത്തി ഒരാൾ മുറിയിലേക്ക് നടന്നെത്തി. അവർ തല തിരിച്ചു. സലീം മുഹമ്മദ്. ഒരു സന്തോഷ വാർത്തയുണ്ട് കുട്ടികളെ, അയാൾ അറിയിച്ചു. എന്താ സാറേ? ധനുഷും ഋഷികേശും ഒന്നിച്ച് തിരക്കി. ഇർഫാൻ വരുന്നു ഈ നാട്ടിലേക്ക്, കൊല്ലം CI ആയിട്ട്. അവർക്കത് വിശ്വസിക്കാനായില്ല. ഇത്ര പെട്ടെന്ന്? സലീം മുഹമ്മദ് ഒരു പഴയ കസേരയിൽ ഇരുന്നിട്ട് പറഞ്ഞു. നിങ്ങളുടെ അമ്മയ്ക്കും സഹോദരിക്കും ഒന്നും സംഭവിക്കില്ല. ചെറുക്കണ്ട ദിനേശൻ അടുത്ത കാലത്തൊന്നും ഹോസ്പിറ്റൽ വിടില്ല. ഇർഫാൻ മുഹമ്മദ് പറഞ്ഞ കാര്യം സലീം മുഹമ്മദ് ചുരുക്കി പറഞ്ഞു. എന്നിട്ട് പ്രമോദിനെ നോക്കി. ഇവൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇവൻ നമ്മളോട് പറഞ്ഞതൊക്കെ ശരിയാണ്. അച്ഛനില്ല, അമ്മയും 2 സഹോദരിമാരുമുണ്ട്. കുടുംബം പുലർത്തേണ്ട ചുമതല ഇവന് തന്നെ. പ്രമോദ് തലകുനിച്ച് കേട്ടിരുന്നു. സലീം മുഹമ്മദിൻ്റെ റബ്ബർ തോട്ടത്തിലെ ഒരു കെട്ടിടത്തിലായിരുന്നു അവർ. പ്രമോദിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 50ഓളം സ്റ്റാമ്പുകളും 1/2 കിലോയോളം വരുന്ന ലഹരി മരുന്ന് ചെടിയുടെ ഇലകളും മേശപ്പുറത്ത് വച്ചിരുന്നു. അത് കഞ്ചാവായിരുന്നില്ല എന്നതാണ് ഏറെ രസകരം. ഉണക്ക ഇലകൾ പരിശോധിച്ച ശേഷം സലീം മുഹമ്മദാണ് അതേക്കുറിച്ച് കൂടുതൽ വിവരം നൽകിയത്. മുമ്പൊരിക്കൽ ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട്. കാത്ത എഡുലിസ് അഥവാ കാറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ കഞ്ചാവിനേക്കാൾ ഇരട്ടി ലഹരിയുള്ളത്. ഇത്യോപ്യ, യമൻ എന്നീ രാജ്യങ്ങളിലാണ് ഈ നിരോധിത ചെടിയുടെ കൃഷി. മിക്കവാറും ഇതിൻ്റെ ഇറക്കുമതി ശശാങ്കൻ്റെ മകൻ വഴിയാവണം. അവൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്. കാറ്റ്, അങ്ങനെയൊരു ലഹരി വസ്തു ഉണ്ടെന്ന് ധനുഷും ഋഷികേശും ആദ്യം കേൾക്കുകയായിരുന്നു. സലീം മുഹമ്മദിൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. കുട്ടികളെ, വാളെടുത്തവൻ വാളാൽ എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? അതാവണം നിങ്ങൾ ചക്രപാണിക്ക് കൊടുക്കുന്ന മറുപടി. ഇന്നേ വരെ ഒരു മയക്കുമരുന്ന് വിതരണക്കാരനും കിട്ടാത്ത ശിക്ഷ. ഇത്തരം പട്ടികളെയൊന്നും നിയമത്തിന് വിട്ടുകൊടുത്ത് ജയിലുകളിൽ സുഖവാസം അനുഭവിക്കാൻ വിട്ടുകൂടാ. ധനുഷിൻ്റെയും ഋഷികേശിൻ്റെയും ഞരമ്പുകളിൽ ചോര തിളയ്ക്കുവാൻ പര്യാപ്തമായിരുന്നു ആ വാക്കുകൾ. അടുത്ത നിമിഷം പ്രമോദിൻ്റെ ഫോൺ ഇരമ്പി. അതിലേക്ക് നോക്കിയ അവർ കണ്ടു ഗരുഡ കോളിംഗ്. ചക്രപാണിയുടെ രഹസ്യ കോഡ്. പ്രമോദ് ദയനീയമായി അവർക്ക് നേരെ കണ്ണയച്ചു. ഞങ്ങൾ പറഞ്ഞത് മറക്കണ്ട. ഋഷികേശ് ഫോണെടുത്തു സ്പീക്കർ മോഡിലാക്കി അവനെ ഏൽപ്പിച്ചു. ഹലോ സാർ. ഒച്ച പതറാതിരിക്കാൻ പ്രമോദ് കഴിവതും ശ്രദ്ധിച്ചു. പണം കൃത്യമായിട്ടുണ്ടല്ലോടാ? ചക്രപാണിയുടെ ശബ്ദം. ഉണ്ട് സാർ. എങ്കിൽ നീ 10 മണിയാകുമ്പോൾ ഓടനാവട്ടത്തെ തടിമില്ലിലെത്തണം. എന്നിട്ടൊരു മിസ്ഡ് കോൾ തരിക. ഞാൻ എത്തും. ഫോൺ കട്ടായി. ധനുഷ് സമയം നോക്കി. 8 മണി. 2 മണിക്കൂർ കഴിയുമ്പോൾ ചക്രപാണി തങ്ങളുടെ കസ്റ്റഡിയിൽ. അപ്പോൾ സലീം മുഹമ്മദ് പറഞ്ഞു. ഇത്തവണ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. ചക്രപാണിയെ എനിക്കുമൊന്ന് കാണണം. ഒരു ചെറിയ കടം തിരിച്ചു കൊടുക്കാൻ. അയാളുടെ കണ്ണുകൾ തീപ്പൊട്ടുകൾ പോലെ തിളങ്ങുന്നത് അവർ കണ്ടു. സലീം മുഹമ്മദ് ദടുതിയിൽ ഫോൺ ചെയ്തു. ഓടനാവട്ടം ജംഗ്ഷനെക്കുറിച്ച് തിരക്കി. അവിടെ നിന്ന് മറുപടി കിട്ടി. തടിമില്ല് ശശാങ്കൻ്റേതാണ്. 10 മണിയാകുമ്പോഴേക്കും ജംഗ്ഷൻ ഏതാണ്ട് വിജനമാകും. പുതിയ SP ചൂടനായതിനാൽ ചെറു സെറ്റുകൾ ഒന്നും മദ്യസേവയുമായി അവിടെ കൂടാറില്ല. ശരി, താങ്ക് യു. ഫോൺ കട്ട് ചെയ്തിട്ട് സലീം മുഹമ്മദ് കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു. എല്ലാം കൊണ്ടും ഉചിതമായ സമയമാണ് ചക്രപാണി നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാളുടെ നീക്കങ്ങൾക്ക് നിങ്ങളുടേതിനേക്കാൾ വേഗത കൂടും. അതുകൊണ്ട് ചക്രപാണിക്ക് അത്ര വേഗത്തിൽ നിങ്ങളെ മനസ്സിലാക്കാത്ത രൂപത്തിൽ എന്തെങ്കിലും ചെയ്തിരിക്കണം. അഥവാ ലക്ഷ്യം പാളിയാൽ പോലും പിടിക്കപ്പെടരുത്. അക്കാര്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. അതിനിടെ പ്രമോദ് ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാൻ നിങ്ങളെ വിശ്വസിക്കുക. മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാലാണ് ഞാൻ ഇത്തരം ഒരു ബിസിനസ്സിൽ തലവെച്ചു കൊടുത്തത്. അത് കേട്ടതും ഋഷികേശ് വിട്ടുതിരിഞ്ഞു. പ്രമോദിൻ്റെ കവിളടക്കം ഒറ്റയടി. അവൻ കസേരയിൽ നിന്ന് മറിഞ്ഞു വീണു. ഋഷികേശ് അവനെ പിടിച്ചുയർത്തി മേശയിലേക്ക് ചാരി നിർത്തി. സലീം മുഹമ്മദും ധനുഷും അമ്പരന്നു. ഋഷികേശ്, ധനുഷ് എന്തോ പറയാനാഞ്ഞു. ഋഷികേശ് അത് ശ്രദ്ധിക്കാതെ പ്രമോദിനോട് ചീറി. മറ്റ് യാതൊരു മാർഗവും ഇല്ലാത്തവർക്ക് എന്നാൽ പിന്നെ കഞ്ചാവും സ്പിരിറ്റും കച്ചവടം നടത്തിയാൽ മതിയല്ലോടാ. നിനക്ക് ആരോഗ്യമുണ്ടല്ലോ. മറ്റു സംസ്ഥാനക്കാർ ഇവിടെ വന്ന് പണി ചെയ്ത് കാശുണ്ടാക്കുന്നത് നീയും കാണുന്നതല്ലേ? അവൻ്റെ ശബ്ദത്തിൽ രോഷം തിളച്ചു. നിനക്ക് അമ്മയോടും പെങ്ങന്മാരോടും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വഴി തിരഞ്ഞെടുക്കില്ലായിരുന്നു. കാരണം നിനക്കൊരു കൈപ്പിഴ പറ്റിയാൽ നിന്നെ ഇതിന് വിട്ടവന്മാരെ നിന്റെ വീട്ടിൽ കയറി മേയും എന്നൊരു ബോധം നിനക്കുണ്ടാവണമായിരുന്നു. ഋഷി, ഞാൻ പറഞ്ഞത് അവൻ പൂർത്തിയാക്കും മുമ്പ് ധനുഷ് രോഷം കൊണ്ടു. ഇവിടെ വിഷയം അതൊന്നുമല്ലടാ. പെട്ടെന്ന് പണക്കാരനാവാനുള്ള മോഹം, ഇഷ്ടപ്പെട്ട വാഹനം, എന്ത് തോന്നിയാസം കാണിച്ചാലും രക്ഷിക്കാൻ ആളുണ്ടെന്ന അഹങ്കാരം, മേലനങ്ങാത്ത ജോലി, പേരിന് അമ്മയുടെയും പെങ്ങന്മാരുടെയും ഭാരത്തെക്കുറിച്ച് ഒരു സഹതാപം. പ്രമോദിൻ്റെ തല കുനിഞ്ഞു. ഋഷികേശ് അത് പിടിച്ചുയർത്തി. നേരത്തെ നീ പറഞ്ഞ നിന്റെ കുടുംബത്തെക്കുറിച്ച് അല്പമെങ്കിലും സ്നേഹം ഞങ്ങൾക്കുണ്ടായിരുന്നു പോയതുകൊണ്ടാണ് മാത്രമാണ് നീ ഇപ്പോഴും ഒടിയാതെയും ചതയാതെയും ഇരിക്കുന്നത്. ഓർത്തോ?
അതിനിടയ്ക്ക് നീ വീണ്ടും ഒരുമാതിരി അഭിനയിക്കല്ലേ? പ്രമോദിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. നിങ്ങൾ പറഞ്ഞതൊക്കെ നേരാ, പക്ഷേ എനിക്കിപ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. അത് ന്യായം, സലീം മുഹമ്മദും സമ്മതിച്ചു. എന്നാൽ നിനക്കൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞത് ഞങ്ങളാ. അത് അങ്ങനെ തന്നെയായിരിക്കും, പ്രമോദ് തലയാട്ടി. 9:30 ഓടനാവട്ടം. സലീം മുഹമ്മദും ധനുഷും ഋഷികേശും മറ്റുമെത്തി. ജംഗ്ഷൻ വിജനമായിരുന്നു. വണ്ടി നീക്കിയിടാൻ ഡ്രൈവറോട് നിർദ്ദേശിച്ചിട്ട് അവർ തടിമില്ലിലേക്ക് കയറി. അവിടെ സ്പോഞ്ചിൽ ചവിട്ടുന്നത് പോലെ അറക്കപ്പൊടി ചിതറിക്കിടന്നിരുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം മില്ലിൻ്റെ പകുതി ഭാഗത്തേക്ക് പാളി വീഴുന്നുണ്ട്. ഒരു സഞ്ചിയിൽ അവർ പ്രമോദിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്റ്റാമ്പുകളും കാട്ടും കരുതിയിരുന്നു. എങ്കിൽ നിങ്ങൾ പരിപാടികൾ തുടങ്ങിക്കോ കുട്ടികളെ. സലീം മുഹമ്മദ് ഒരു തേക്ക് തടിയിലിരുന്നു. ധനുഷും ഋഷികേശും പെട്ടെന്ന് ഫെവിക്കോളിൻ്റെ ഒരു ബോട്ടിലെടുത്ത് തുറന്ന് കൈവെള്ളയിലേക്ക് വീഴ്ത്തി. എന്നിട്ട് അത് ഇരു കൈകളും ചേർത്തൊന്ന് തടവിയിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ചു. പ്രമോദ് അത് നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ നിന്നു. കുട്ടികൾ കുറച്ച് അർക്കപ്പൊടി വാരി മുഖത്ത് പൂശി. പിന്നെ തിരിഞ്ഞപ്പോൾ അർക്കപ്പൊടി കൊണ്ടുണ്ടാക്കിയ മാസ്കുകൾ കണക്കെ തോന്നിച്ചു. അവരുടെ കൈവെള്ളയിലും അർക്കപ്പൊടി പറ്റിയിരുന്നു. അതും മാറ്റേണ്ട ഋഷി, ധനുഷ് മന്ത്രിച്ചു. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലും ആർക്കും കിട്ടരുത്. 10 മിനിറ്റ് കഴിയും മുമ്പ് പൊടി അവരുടെ മുഖത്തും കൈകളിലും ഉണങ്ങിച്ചേർന്നു. ഇതിനി പോകുമോ? പ്രമോദ് അർച്ചർച്ച് ചോദിച്ചു. ഫെവിക്കോളല്ലേ, ഒന്ന് രച്ച് കഴുകിയാൽ മതി, അല്ലെങ്കിൽ പാട പോലെ ഇളകി പോന്നോളും. മറുപടി പറഞ്ഞത് സലീം മുഹമ്മദാണ്. എങ്ങനെയുണ്ട് സാറേ ഇപ്പോൾ ഞങ്ങളെ കാണാൻ? ധനുഷ് അയാൾക്ക് നേരെ തിരിഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ മുഖം ശ്രദ്ധിച്ച സലീം മുഹമ്മദിൻ്റെ കണ്ണുകൾ വികസിച്ചു. പെറ്റ തള്ളപ്പോലും അറിയത്തില്ല. ആദ്യം കാണുന്നവർ ഭയന്നു പോകും. ധനുഷും ഋഷികേശും ചിരിച്ചു. 9:50 ഒരു ബൈക്ക് ആ വഴി വന്ന് അല്പം മുന്നോട്ട് പോയിട്ട് തിരികെ പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു തവണ കൂടി. പരിസരം ശ്രദ്ധിക്കാൻ ആൾ വന്നതാ, സലീം മുഹമ്മദ് പിറുപിറുത്തു. കൃത്യം 10 മണി. പ്രമോദിനെ അവിടെ തന്നെ ഇരുത്തിയിട്ട് മറ്റുള്ളവർ പിന്നോട്ട് മാറി ഇരുളിൽ ഒളിച്ചു. അതിനു മുമ്പ് മില്ലിനുള്ളിലെ ലൈറ്റിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് അവർ നോക്കിവെച്ചു. മില്ലിൻ്റെ 2 വശങ്ങളിൽ പഴകച്ചറ്റകൾ ആയിരുന്നതിനാൽ അതിനുള്ളിൽ ലൈറ്റ് തെളിച്ചവർ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാണ്. അടുത്ത നിമിഷം റോഡിലൂടെ വന്ന വാഹനം മില്ലിലേക്ക് വെട്ടിത്തിരിഞ്ഞു. അതിൻ്റെ മുൻഭാഗം അകത്തേക്ക് കടത്തി ബ്രേക്കിട്ടു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വണ്ടിയിലുള്ളവർ പ്രമോദിനെ കണ്ടു കാണും. കണ്ണടയുന്നത് പോലെ അതിൻ്റെ ലൈറ്റുകൾ കെട്ടു. പോലീസ് ജീപ്പിൽ തന്നെയാണല്ലോ ചക്രപാണി വന്നിരിക്കുന്നത്, സലീം മുഹമ്മദ് കുട്ടികളുടെ കാതിൽ മന്ത്രിച്ചു. അതിലാകുമ്പോൾ പരിശോധന ഉണ്ടാവില്ലല്ലോ, ധനുഷ് പിറുപിറുത്തു. ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന ആളിനെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവർ കണ്ടു. ചക്രപാണി സിവിൽ ഡ്രസ്സിലാണ്. പെട്ടെന്ന് മറുഭാഗത്തു കൂടിയും ഒരാൾ ഇറങ്ങി. അപ്പോൾ ജീപ്പിൻ്റെ ബോഡി മുകളിലേക്ക് ഉയരുന്നത് പോലെ തോന്നി. അവരുടെ കണ്ണുകൾ കുറുകി. തടിച്ചു കുറുകിയ ഒരു ചെറുപ്പക്കാരൻ, നല്ലതുപോലെ വെളുത്തത്. അവൻ്റെ വാച്ച് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി. സലീം സാറേ, ചോദ്യഭാവത്തിൽ ഋഷികേശ് വിളിച്ചു. മനസ്സിലായി, അത് അവനാ, സനോബർ, ശശാങ്കൻ്റെ ഒരേയൊരു മകൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആഫ്രിക്കയിലുള്ള ലീവിന് വന്നതാവണം. എങ്കിൽ ധനുഷിൻ്റെ പല്ലുകൾ ചേർന്ന് മുറുകി. ഞങ്ങളെ വൈഷ്ണവ് മരിച്ചപ്പോൾ അച്ഛനുണ്ടായതുപോലെ ഒരനുഭവം ശശാങ്കനും ഉണ്ടാവണം. ദൈവം കൊണ്ടു തന്നതാ ഇവനെ നമ്മുടെ മുന്നിൽ. മാത്രമല്ല, ഇവിടുത്തെ ചെറുപ്പക്കാരെ മയക്കുമരുന്നിന് അടിമയാക്കുന്ന ഇവനും മാപ്പ് അർഹിക്കുന്നില്ല. ഋഷികേശും പിന്താങ്ങി. ഇവനെ വെറുതെ വിട്ടാൽ ദൈവം പോലും പൊറുക്കില്ല. ഇത് നമുക്ക് വീണ് കിട്ടിയ അവസരമാണ്. ലോട്ടറി അടിച്ചതുപോലെ നമ്മൾ നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് ചില കളികൾ മാറ്റി കളിക്കേണ്ടി വരും. അവർ തീരുമാനം വേഗം മാറ്റി. പ്രമോദേ, ജീപ്പിനരികിൽ നിന്ന് ചക്രപാണി ശബ്ദം താഴ്ത്തി വിളിച്ചു. ഞാനിവിടെയുണ്ട് സാർ, അവിടെ തന്നെ നിന്നോളൂ. മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ ചക്രപാണി മുന്നോട്ട് വന്നു. അയാൾ നന്നായി മദ്യപിച്ചിരുന്നു. സാർ ഇവിടെ ഇരിക്കേ, ഞങ്ങൾ പണി തുടങ്ങട്ടെ. ധനുഷും ഋഷികേശും ഇരുളിലൂടെ അറക്കപ്പൊടിക്ക് മീതെ മുന്നോട്ട് ഇഴഞ്ഞു. സനോബർ ആടിയാടി ജീപ്പിൽ ചാരി നിന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു. എന്തിയുടെ പണം? ചക്രപാണി പ്രമോദിനോട് തിരക്കി. അവൻ 2000 രൂപയുടെ ഒരു കെട്ട് എടുത്തു കാട്ടി. ഇന്നാ. ചക്രപാണി ഒരു കവർ അവന് നീട്ടി. 50 സ്റ്റാമ്പുകളും 1/2 കിലോ മറ്റവനുമുണ്ട്. പ്രമോദ് വിറപോണ്ട വിരലുകളാൽ അത് വാങ്ങി. മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ചക്രപാണി നോട്ടുകെട്ട് ഒന്ന് മറിച്ചു. അയാളുടെ ശബ്ദം അറിയാതെ ഉയർന്നു. കഴിവരുടെ മോനെ, പറ്റിക്കുന്നോടാ. കെട്ടിൻ്റെ താഴെയും മുകളിലും മാത്രം യഥാർത്ഥ നോട്ട്, ബാക്കി മുഴുവൻ റോസ് കളർ പേപ്പർ. എടാ. തെന്നിമാറാൻ സമയം കിട്ടും മുമ്പ് അയാൾ പ്രമോദിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. കവിളടക്കം ഒന്ന് കൊടുത്തിട്ട് ജീപ്പിനരികിൽ നിൽക്കുന്ന ശശാങ്കൻ്റെ മകനോട് പറഞ്ഞു. സനോബ്രെ, ആ ജീപ്പിൻ്റെ ഡാഷിലിരിക്കുന്ന പിസ്റ്റളിങ് എടുക്ക്. സനോബ്ര തിരിഞ്ഞ് ജീപ്പിനുള്ളിലേക്ക് കുനിയാനാഞ്ഞതും അറുത്തിട്ടിരുന്ന വിറകുകൊണ്ട് പിന്നിൽ നിന്നൊരു അടി കിട്ടി ശിരസിൽ. വിലപിച്ചുകൊണ്ട് അയാൾ ജീപ്പിനുള്ളിലേക്ക് കമഴ്ന്നു. നടുങ്ങിപ്പോയി ചക്രപാണി. അപകടബോധ്യമായ അയാൾ പ്രമോദിനെ വിട്ടിട്ട് തിരിഞ്ഞു. ആ ക്ഷണം മില്ലിനുള്ളിൽ ലൈറ്റ് തെളിഞ്ഞു. സലീം മുഹമ്മദ്. അയാളെ കണ്ട ചക്രപാണിയുടെ നട്ടെല്ലിനുള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. സാർ? അതേടാ, അപ്പോൾ നിനക്കെന്നെ ഓർമ്മയുണ്ട് അല്ലേ? അറക്കപ്പൊടിയിൽ വീഴാതിരിക്കാൻ വാക്കിംഗ് സ്റ്റിക്ക് തറയിൽ അമർത്തി കരുതലോടെ സലീം മുഹമ്മദ് ചക്രപാണിക്ക് നേരെ വന്നു. ചക്രപാണിയുടെ കണ്ണുകൾ ഇടം വലം വെട്ടി ആയുധം പോക്കറ്റിൽ സൂക്ഷിക്കാഞ്ഞതിൽ അയാൾ സ്വയം ശപിച്ചു. അയാൾക്ക് 4 അടി മുന്നിലായി സലീം മുഹമ്മദ് നിന്നു. ഒപ്പം വാക്കിംഗ് സ്റ്റിക്കിൻ്റെ പിടി ഒന്ന് തിരിച്ച് അയാൾ വലിച്ചൂരി. ചക്രപാണി കുടിച്ചിരുന്ന മദ്യം ആവിയായി. 2 അടി നീളമുള്ള ഇരുവായ തലയുള്ള വടിവാൾ. സലീം മുഹമ്മദ് അതുയർത്തി ചക്രപാണിയുടെ നെഞ്ചിൽ അമർത്തി നിർത്തി. അനങ്ങല്ലേ ചക്രപാണി, നിനക്ക് ശരിക്കറിയാമല്ലോ എന്നെ.
ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് പഠിപ്പിച്ചു തരാത്ത ഒത്തിരി കാര്യങ്ങൾ എന്നിൽ ബാക്കിയുണ്ട്. എൻ്റെ കാൽ മാത്രമേ എടുക്കാൻ നിനക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അന്നു മുതൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നടാ ഞാൻ. അയാൾ പല്ലമർത്തുന്ന ശബ്ദം ചക്രപാണി കേട്ടു. ചക്രപാണി ഉമിനീർ വിഴുങ്ങി. ജീപ്പിനരികിൽ എന്തൊക്കെയോ ശബ്ദം കേട്ടെങ്കിലും അയാൾക്ക് തിരിഞ്ഞു നോക്കാനായില്ല. സനോബർ അപകടത്തിലാണെന്ന് മാത്രം പറഞ്ഞു. ധനുഷും ഋഷികേശും ചേർന്ന് സനോബറിനെ ബന്ധിക്കുകയും വായ്ക്കുമീതെ ഒരു സെല്ലോ ടൈപ്പ് വട്ടം ചുറ്റുകയും ചെയ്തു. എന്നിട്ട് തറയിലേക്ക് തള്ളി. നോക്ക്, ചക്രപാണിയുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റാതെ സലീം മുഹമ്മദ് പറഞ്ഞു. ട്രെയിനിങ് ക്യാമ്പിനുള്ളിൽ വെച്ച് കഞ്ചാവ് വലിച്ചതിനും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിച്ചതിനും നിനക്ക് ഞാനൊരു പണിഷ്മെൻറ്റിലൂടെ മാപ്പ് തന്നു. അതുകൊണ്ട് നീ നന്നായില്ല. നിന്നെക്കുറിച്ച് ഞാൻ SP പരാതി നൽകാൻ ഭാവിച്ചപ്പോൾ ശശാങ്കൻ്റെ ഭീഷണി വന്നു. അതുകൊണ്ടും ഞാൻ അടങ്ങില്ലെന്ന് കണ്ടപ്പോൾ മയക്കുമരുന്ന് കേസിൽ ശശാങ്കൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്നായപ്പോൾ നീയൊക്കെ എൻ്റെ കാല് വെട്ടി. എൻ്റെ മകൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയപ്പോൾ പോലും ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് എന്താണെന്നറിയാമോടാ? എനിക്ക് നേരിട്ട് കണക്ക് തീർക്കാൻ. വികാരവിക്ഷോഭത്താൽ സലീം മുഹമ്മദ് ശ്വാസം വലിച്ചുവിട്ടു. ചക്രപാണി ക്ഷണനേരത്തിനുള്ളിൽ വിയർത്തു കുളിച്ചു. അയാൾ പിന്നോട്ട് നീങ്ങാനാഞ്ഞു. വടിവാളിൻ്റെ മുനയിൽ നിന്ന് തന്നെ സലീം മുഹമ്മദ് അത് തിരിച്ചറിഞ്ഞു. വേണ്ട ചക്രപാണി, ഒരിഞ്ച് നീ മാറിയാൽ ആ ക്ഷണം ഈ വടിവാൾ നിന്റെ നെഞ്ചു പിളർത്തും. സംശയമുണ്ടോടാ? ചക്രപാണി നിസ്സഹായനായി. വേണ്ട സാർ, ചെയ്തതൊക്കെ തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നെ പോകാൻ അനുവദിക്കണം. അതെന്തൊരു വർത്തമാനമാ സാറേ? ഞങ്ങൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് സാറ് ചുമ്മാതങ്ങ് പോകാനോ? തൊട്ടരികിൽ ശബ്ദം കേട്ട് അയാൾ ശരീരം അനക്കാതെ തല മാത്രം തിരിച്ചു നോക്കി. തൻ്റെ ഇരുവശത്തും ഓരോരുത്തരും. ചക്രപാണി നിലവിളിക്കാൻ ഭാവിച്ചു. പ്രേതങ്ങൾ കണക്കെ തോന്നിച്ച അവരുടെ മുഖങ്ങൾ ചിതൽ പുറ്റുകൾ പോലെ, അവയ്ക്കിടയിൽ തിളങ്ങുന്ന കണ്ണുകൾ. ചക്രപാണി, ഞങ്ങൾക്ക് സമയം വളരെ കുറവാണ്. നീ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. അതൊക്കെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. താല്പര്യം ഒന്നിനു മാത്രം, നീ അർഹിക്കുന്ന ശിക്ഷ. ധനുഷ് പറഞ്ഞതും ചക്രപാണി കാലുയർത്തിയതും ഒപ്പമായിരുന്നു. സലീം മുഹമ്മദിൻ്റെ കയ്യിൽ നിന്ന് വടിവാൾ പിടിവിട്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അങ്ങ് ചരയ്ക്കാമെന്ന് കരുതിയോടാ? ചക്രപാണി ഇരുവശത്തേക്ക് കൈമുട്ടുകൾ വീശി അവരുടെ മുഖത്തിടിച്ചു. അത് അപ്രതീക്ഷിതമായിരുന്നു. അവർ വേച്ചുപോയി. എടോ കിഴവാ! ചക്രപാണി കുതിച്ചു ചാടി. സലീം മുഹമ്മദിൻ്റെ നെഞ്ചിൽ ചവിട്ടേറ്റു. അറക്കപ്പൊടിക്ക് മീതെ അയാൾ മലർന്നു വീണു. തനിക്കറിയാത്തത് പലതും എനിക്കറിയാമെടാ. ചക്രപാണി തെറിച്ചു വീണ വാൾ എടുക്കാനാഞ്ഞു. പക്ഷേ പിന്നിൽ നിന്ന് ഋഷികേശ് അയാളുടെ കാൽ മടക്കിൽ ഒറ്റ ചവിട്ട്. കാൽ വളഞ്ഞ് ചക്രപാണിയും പിന്നോട്ട് വീണു. നിലവിളിക്കുവാൻ വാ തുറന്ന അയാൾക്ക് അതിനും കഴിഞ്ഞില്ല. വായിലും മൂക്കിലും ഒരു പിടി അറക്കപ്പൊടി തള്ളി കയറ്റപ്പെട്ടു. ധനുഷും ഋഷികേശും അറവുമാട് കണക്കെ ചക്രപാണിയുടെ കൈക്കാലുകൾ കൂട്ടിക്കെട്ടി. പിന്നെ പൊക്കിയെടുത്ത് തടിയറക്കുന്ന തട്ടിലേക്കിട്ടു. പ്രമോദ് എല്ലാം കണ്ട് ഭയന്നു നിൽക്കുകയായിരുന്നു. എങ്കിലും അവൻ സലീം മുഹമ്മദിനെ താങ്ങി ഉയർത്തി വടിവാൾ എടുത്ത് കയ്യിൽ കൊടുത്തു. ചക്രപാണി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ഒരു കയറുകൊണ്ട് അവർ അയാളെ തട്ടിൽ വരിഞ്ഞു കെട്ടി. എല്ലാവരും ചുറ്റും നിന്നു. അതിങ്ങെടുക്കടാ, ധനുഷ് പ്രമോദിനോട് പറഞ്ഞു. അവൻ നേരത്തെ തങ്ങൾ കൊണ്ടുവന്നതും ഇപ്പോൾ ചക്രപാണിയിൽ നിന്ന് ലഭിച്ചതുമായ സകല ലഹരിമരുന്നും തട്ടിലേക്ക് എടുത്തു വെച്ചു. ഋഷികേശ് ചക്രപാണിയുടെ നെഞ്ചിൽ കയറിയിരുന്നു. ഇവൻ്റെ തലയ്ക്ക് പിടിക്കേ. ധനുഷും പ്രമോദും ചേർന്ന് അയാളുടെ തല പിടിച്ചു നേരെ വെച്ചു. കാതുകളിൽ പിടിച്ചു വലിച്ചേ. അവർ അപ്രകാരം ചെയ്തതോടെ ചക്രപാണി വായി തുറന്നു. അറക്കപ്പൊടി മുക്കാലും അയാൾ തുപ്പിക്കളഞ്ഞിരുന്നു. ഋഷികേശ് ഒരു പിടി കാട്ടിലകൾ വാരി ചുരുട്ടി അയാളുടെ വായിലേക്ക് തള്ളി. തിന്നടാ, തിന്ന്. ഒരുപാട് പേരെ നീ ഇത് തീറ്റിച്ചിട്ടില്ലേ? അയാൾ അത് തുപ്പിക്കളയാതിരിക്കാൻ കാതിലെ പിടിവിട്ട് അവർ വായ് അടച്ചു പിടിച്ചു. ചക്രപാണിയുടെ കണ്ണുകൾ തള്ളി. തിന്നുകയല്ലാതെ അയാൾക്ക് വേറെ മാർഗമില്ലായിരുന്നു. ആ വെള്ളം കുറച്ചിങ്ങെടുക്ക്, ഒഴിച്ചു കൊടുക്ക് പ്രമോദെ. ധനുഷ് കൈ ചൂണ്ടി. തടി അറക്കുമ്പോൾ ഉരുക്കുവാൾ ചൂടാകാതിരിക്കാൻ അതിൽ ഇറ്റിക്കുവാനുള്ള വെള്ളം ഒരു കന്നാസിൽ മെഷീന് മുകളിൽ തൂക്കിയിട്ടിരുന്നു. ട്യൂബ് പിടിപ്പിച്ചത്. പ്രമോദ് തട്ടിൽ കയറി നിന്ന് അതെടുത്തിട്ട് ട്യൂബിൻ്റെ അഗ്രം ചക്രപാണിയുടെ വായിലേക്ക് നീട്ടി. വെള്ളത്തിൽ നനവ് കൂടിയായപ്പോൾ ആ ഉണക്കയിലകൾ തിന്നാൻ ചക്രപാണിക്ക് എളുപ്പമായി. സലീം മുഹമ്മദ് ക്രൂരമായ ഒരു ആനന്ദത്തോടെ എല്ലാം നോക്കി നിന്നു. ഇലയിൽ പകുതിയോളം അവർ അയാളെ കൊണ്ട് തീറ്റിച്ചു. നിലവിളിക്കാനുള്ള അവസരം പോലും ചക്രപാണിക്ക് കിട്ടിയില്ല. അടുത്തതായി അവർ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ചക്രപാണി വായ തുറന്നു. ഋഷികേശ് അയാളുടെ നാവിൻതുമ്പിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചു. അതിൻ്റെ ഇരുവശത്തും LSD സ്റ്റാമ്പുകൾ ഒട്ടിച്ചു. കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വായ്ക്ക് മുകൾ ഭാഗത്തും ഏതാണ്ട് 25ഓളം സ്റ്റാമ്പുകൾ. ലഹരിമൂത്ത് ചക്രപാണിയുടെ കണ്ണുകൾ പിന്നോട്ട് മറിയാൻ തുടങ്ങി. നീ അല്പനേരം കൂടി അവിടെ കിടക്ക് പറഞ്ഞിട്ട് ധനുഷും ഋഷികേശും പിൻവാങ്ങി. എന്നെ കൊല്ലരുത്. വായിൽ സ്റ്റാമ്പ് ഒട്ടിച്ചിരുന്നതിനാൽ ചക്രപാണിയുടെ ശബ്ദം വ്യക്തമായില്ല. കൊല്ലത്തില്ല, നിന്നെ വിടാൻ പോവുകയാ, സലീം മുഹമ്മദ് അറിയിച്ചു. ചക്രപാണിക്ക് പക്ഷേ ആ വാക്കുകളിൽ വിശ്വാസം വന്നില്ല. നീയും കൂടി വാടാ, പ്രമോദിനെ കൂടി വിളിച്ച് ധനുഷും ഋഷികേശും സനോബറിനെ വലിച്ചുപൊക്കി ജീപ്പിൻ്റെ പിന്നിലേക്ക് മറിച്ചു. അവിടെ കിടന്ന് അവൻ പുളഞ്ഞു. സലീം മുഹമ്മദ് ജീപ്പിനടുത്തെത്തി. വലത് കൈയിൽ ഗ്ലൗസ് ധരിച്ചുകൊണ്ട് ഡാഷ്ബോർഡിൽ നിന്ന് ചക്രപാണിയുടെ പിസ്റ്റൾ എടുത്തു. പിന്നെ കുട്ടികളോട് നിർദ്ദേശിച്ചു, ഈ ജീപ്പ് തിരിച്ചു നിർത്ത്. ഋഷികേശ് ജീപ്പിൽ കയറി. കീ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ അത് സ്റ്റാർട്ട് ചെയ്ത് ഹെഡ്ലൈറ്റ് തെളിക്കാതെ പിന്നോട്ടെടുത്ത് റോഡിന് അഭിമുഖമായി നിർത്തി. ഇനി അവനെ കൊണ്ടുവന്ന് കയറ്റിക്കോ.
സലീം മുഹമ്മദ് ജീപ്പിന്റെ പിന്നിലേക്ക് മാറി നിന്ന് സനോബറിനെ സൂക്ഷിച്ചു നോക്കി. ധനുഷും ഋഷികേശും ചേർന്ന് ചക്രപാണിയെ അഴിച്ചു താഴെ ഇറക്കി. അയാൾ ആടുന്നുണ്ടായിരുന്നു. തൽക്കാലം തന്നെ ഞങ്ങൾ കൊല്ലാതെ വിടുകയാ, ധനുഷ് പറഞ്ഞു. ചക്രപാണി ഒന്ന് മോളി. അവർ അയാളെ കൊണ്ടുവന്ന് ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി. അത് സ്റ്റാർട്ട് ചെയ്ത് ഹെഡ്ലൈറ്റുകൾ തെളിച്ചു കൊടുത്തു. ഇനി പോയിക്കോ, ചക്രപാണി ബുദ്ധിമുട്ടി കണ്ണുകൾ തുറന്നു. ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു കുഴഞ്ഞ ശബ്ദത്തിൽ. പോലീസിനെ കൂട്ടി ഞാൻ വരും. എടുത്ത് ചാടും പോലെ ജീപ്പ് മുന്നോട്ട് കുതിച്ചു. ആ ക്ഷണം സലീം മുഹമ്മദ് ട്രിഗർ അമർത്തി സനോബറിന്റെ നെഞ്ചിലേക്ക്. എന്നിട്ട് പിസ്റ്റൾ ജീപ്പിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. ഇരുളിൽ മുഴങ്ങിയ വെടിവെച്ച ചക്രപാണിയെ ഞെട്ടിച്ചു. അയാൾ ആക്സിലേറ്റർ ഒന്നുകൂടി ചവിട്ടിത്താഴ്ത്തി. അമിത വേഗത്തിൽ റോഡിലേക്കിറങ്ങിയ ജീപ്പ് വലത്തേക്ക് തിരിച്ചു. റോഡിൽ വളഞ്ഞു പൊളഞ്ഞ് അത് കണ്ണിൽ നിന്നും മറഞ്ഞു. ചക്രപാണി ഇപ്പോൾ കരുതുന്നത് താൻ വിമാനം പറപ്പിക്കുകയാണെന്നാവും. സലീം മുഹമ്മദ് ചിരിച്ചുകൊണ്ട് തൻ്റെ ഡ്രൈവർക്കൊരു മിസ്ഡ് കോൾ അയച്ചു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറുത്ത XUV അവിടെ വന്ന് ബ്രേക്ക് ഇട്ടു. അവർ കയറി. പതുക്കെ പോയാൽ മതി, സലീം മുഹമ്മദ് ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. നിന്നെ കൊട്ടാരക്കരയിൽ ഇറക്കും, അവിടെ നിന്ന് പോയിക്കൊള്ളണം. പിന്നെ എന്തെങ്കിലും കാരണത്താൽ നിന്നെ പോലീസ് തേടി വന്നാൽ നിനക്കൊന്നും അറിയില്ല. മയക്കുമരുന്ന് ബിസിനസ് നിനക്കില്ലായിരുന്നു, അത്രമാത്രമേ പറയാവൂ. അല്ലെങ്കിൽ നീയും ഇരുമ്പഴി എണ്ണേണ്ടി വരും. മനസ്സിലായല്ലോ, ഋഷികേശ് പ്രമോദിനോട് പറഞ്ഞു. അവൻ സമ്മതിച്ചു. ഒരു ടിപ്പർ ലോറി അവരുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു പോയി. പെട്ടെന്ന് ഓർത്തതുപോലെ സലീം മുഹമ്മദ് പ്രമോദിനെ നോക്കി. നിന്റെ കയ്യിലിരിക്കുന്നത് സ്വന്തം ഫോണോ അതോ അവർ തന്നതോ? അവർ തന്നതാ, അവരെ മാത്രം വിളിക്കാൻ. പ്രമോദ് ഫോൺ എടുത്ത് കാട്ടി. നന്നായി, വേഗം ആ സിം നശിപ്പിച്ചേര്. പ്രമോദ് ഫോൺ തുറന്ന് സിം കാർഡ് എടുത്ത് കടിച്ചു ചുളുക്കി. പിന്നെ അതിനോടൊപ്പം ഫോണും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ചന്തമുക്ക്. അകലെ വച്ചേ അവർ കണ്ടു മുന്നിൽ ആൾക്കൂട്ടം. കൊട്ടാരക്കര കൊല്ലം റോഡിൽ വാഹനങ്ങൾ ബ്ലോക്കായിരിക്കുന്നു. XUVയുടെ വേഗം കുറഞ്ഞു. നിങ്ങളാരും കാണണ്ട, സലീം മുഹമ്മദ് ധനുഷിനും ഋഷികേശിനും മുന്നറിയിപ്പ് നൽകി. അവർ സീറ്റിനടിയിലേക്ക് താണു. ഡ്രൈവർ വണ്ടി മുന്നിൽ കിടന്നിരുന്ന ടിപ്പറിന് പിന്നിൽ ഒതുക്കി. നീ പോയി നോക്കിയിട്ട് വാ, സലീം ഡ്രൈവറോട് പറഞ്ഞു. ശരി സാർ. അയാൾ ഇറങ്ങിപ്പോയി. റോഡിലെ കാഴ്ച ഭയാനകമായിരുന്നു. മെയിൻ റോഡിലൂടെ പോയ ഒരു ലോറിയുടെ മധ്യഭാഗത്തേക്ക് ഇടിച്ചു കയറിയ നിലയിൽ പോലീസ് ജീപ്പ്. ജീപ്പിന്റെ ബോണറ്റ് പൂർണ്ണമായും ലോറിക്കടിയിലാണ്. ആളുകൾ പിന്നെയും ഓടിയെത്തുന്നു. സൈറനിട്ടുകൊണ്ട് പോലീസും ഫയർഫോഴ്സും പാഞ്ഞെത്തുന്നു. വിവരമറിഞ്ഞ് കൊട്ടാരക്കര SP രാഹുൽ രാജും പാഞ്ഞെത്തി. അപ്പോൾ ജീപ്പിനുള്ളിൽ നിന്ന് പോലീസുകാർ സനോബറിനെ പുറത്തേക്കിറക്കുകയായിരുന്നു. അയാളുടെ വസ്ത്രത്തിലെ ചോരയും ശരീരത്തിലെ ബന്ധനങ്ങളും കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം വ്യക്തമായി. അതൊരു കൊലപാതകമാണ്. ജീപ്പിന്റെ ബോഡി ചുളുങ്ങി. ഡ്രൈവർ സീറ്റിനുമീതെ അമർന്നിരിക്കുകയാണ്. അതിനാൽ അവിടെ ഇരിക്കുന്നത് ആരാണെന്ന് വ്യക്തമായില്ല. ജീപ്പ് ചക്രപാണിയുടേതല്ലേ, പോലീസുകാരോട് ചോദിച്ചുകൊണ്ട് SP പിൻഭാഗത്തേക്ക് ചെന്നു. സാർ, അതെ. അവർ അറ്റൻഷനായി. സനോബറിന്റെ ബോഡി റോഡിന്റെ ഓരത്തേക്ക് മാറ്റി. SPയുടെ തലച്ചോർ പുകഞ്ഞു. ഒരു കൊലപാതകം നടത്തിയിട്ട് ബോഡിയുമായി പാഞ്ഞു എന്താണോ ചക്രപാണി? അതോ ഡ്രൈവർ സീറ്റിൽ മറ്റാരെങ്കിലും ആകുമോ? ഇതാരാണെന്നറിയാമോ? സനോബറിന്റെ ബോർഡിലേക്ക് ടോർച്ച് തെളിച്ചുകൊണ്ടായിരുന്നു SPയുടെ ചോദ്യം. അറിയില്ല സാർ. രാഹുൽ രാജ് ജീപ്പിനുള്ളിലേക്ക് പിന്നിലൂടെ ടോർച്ച് മിന്നിച്ച് പരിശോധിച്ചു. ചോര പുരണ്ട ഒരു വസ്തു കണ്ണിലുടക്കി. ഒരു പിസ്റ്റൾ. കർച്ചീഫ് ചേർത്ത് പിടിച്ച് അയാൾ അത് പൊതിഞ്ഞെടുത്തു. ആ ഭാഗത്ത് മറ്റൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് ഫയർഫോഴ്സുകാർ ജീപ്പ് വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി. എല്ലാം ശ്രദ്ധിച്ച ശേഷം സലീം മുഹമ്മദിന്റെ ഡ്രൈവർ XUVയിൽ മടങ്ങിയെത്തി വിവരം പറഞ്ഞു. എങ്കിൽ ഞാനിവിടെ ഇറങ്ങിക്കോട്ടെ ധനുഷേ? പ്രമോദ് അനുവാദം തേടി. ശരി, അപ്പോൾ പറഞ്ഞതൊന്നും മറക്കരുത്. ഇല്ല. പ്രമോദ് ഡോർ തുറക്കാൻ ആഞ്ഞത് പെട്ടെന്ന് ഋഷികേശ് തടഞ്ഞു. നിൽക്കടാ. എന്താ? മറ്റുള്ളവർ അവനെ നോക്കി. ഒരു സംശയം മണക്കുന്നുണ്ട്, ഋഷികേശ് മന്ത്രിച്ചു. മനസ്സിലായില്ല. സലീം മുഹമ്മദിന്റെ നെറ്റി ചുളിഞ്ഞു. അതായത് ശശാങ്കന്റെ തടിമില്ലിൽ CCTV ക്യാമറയുണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവിടെ നടന്നതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കും. നമ്മളെയെല്ലാം അയാൾ തിരിച്ചറിയുകയും ചെയ്യും. സർവരും ഞെട്ടിപ്പോയി. ബാക്കിയൊക്കെ കൃത്യമായി നിർവഹിച്ചെങ്കിലും ആ ഒരു കാര്യം മാത്രം കരുതാതെ പോയി. അങ്ങനെയുണ്ടെങ്കിൽ അവർ തീർച്ചയായും നമ്മളെ തേടി വരും. ആദ്യം ചെല്ലുക ഈ പ്രമോദിന്റെ അടുത്തായിരിക്കും. ഇവനാകുമല്ലോ ഒറ്റുകാരൻ, ധനുഷും പറഞ്ഞു. അയ്യോ, വിറച്ചുപോയി പ്രമോദ്. അപ്പോൾ ഞാനെന്ത് ചെയ്യും? അവന് കരച്ചിൽ വന്നു. ആരും ഉത്തരം പറഞ്ഞില്ല. ഋഷികേശ് സലീം മുഹമ്മദിനോട് തിരക്കി. സാർ, കുറച്ച് ദിവസത്തേക്ക് പ്രമോദിനെയും കുടുംബത്തെയും താമസിപ്പിക്കാൻ സ്ഥലമുണ്ടാകുമോ? സലീം മുഹമ്മദ് ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് സാരമില്ല. നമുക്ക് പുനലൂരെ എൻ്റെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് അവരെ മാറ്റാം. എങ്കിൽ ഋഷികേശ് പ്രമോദിന് നേരെ തിരിഞ്ഞു. നേരെ പുലരും മുമ്പ് നിങ്ങളെ വീട്ടിൽ നിന്ന് മാറ്റിയിരിക്കും ഞങ്ങൾ. പക്ഷേ അമ്മയോടൊക്കെ എന്തു പറയും? മറുപടി നൽകിയത് ധനുഷാണ്. അതൊക്കെ നീ നേരത്തെ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു, ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടും മുമ്പ്. ഇനി നീ എന്തെങ്കിലും പറ, അല്ലെങ്കിൽ ശശാങ്കനും മറ്റും നിന്റെ കുടുംബം അടക്കം ദ്രോഹിക്കും. പ്രമോദിന് സമ്മതിക്കാതെ തരമില്ലായിരുന്നു. ഋഷികേശ് കൂട്ടിച്ചേർത്തു. അധിക ദിവസം നിങ്ങൾക്ക് ഒളിവിൽ കഴിയേണ്ടി വരില്ല. അതിനു മുമ്പ് ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ലെവലാക്കിയിരിക്കും. XUVയിൽ ഒരു നിമിഷത്തെ നിശബ്ദത. അത് മുറിച്ചത് ധനുഷാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് CCTVയിലെ വിവരങ്ങളെക്കുറിച്ച് ശശാങ്കൻ ഒരിക്കലും പോലീസിനോട് പറയാതിരിക്കാനുള്ള വഴിയൊരുക്കുകയാണ്. അതിനെന്ത് വേണം? സലീം മുഹമ്മദിന് മനസ്സിലായില്ല. അതൊക്കെയുണ്ട്. അവൻ ഋഷികേശിനെ നോക്കിയൊന്ന് ചിരിച്ചു.
ആ നേരത്ത് പോലീസുകാർ റോഡിൻ്റെ ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിരുന്നു. ഫയർഫോഴ്സുകാർ CI ചക്രപാണിയെ ജീപ്പിനുള്ളിൽ നിന്നും പുറത്തെടുത്തു. ചോരയിൽ കുളിച്ച ഒരു മാംസകഷ്ണമായിരുന്നു അയാൾ. വിവരം കേട്ടറിഞ്ഞ് ചാനലുകാരും എത്തിത്തുടങ്ങി. ബോഡികൾ രണ്ടു നടപടികൾ പൂർത്തിയാക്കി പോലീസ് ആംബുലൻസിലേക്ക് കയറ്റി. രാഹുൽ രാജ് തിരിഞ്ഞ് കാറിൽ കയറാൻ ഭാവിക്കുമ്പോൾ SI തിടുക്കത്തിലടുത്തെത്തി. സാർ, എന്താടോ? SP കാറിൽ നിന്ന് കാൽ പിൻവലിച്ചു. SI ജീപ്പിൻ്റെ ഡ്രൈവർ സീറ്റിനടിയിലേക്ക് ടോർച്ച് മിന്നിച്ചു കാണിച്ചു. ഒരു വലിയ പൊതിയാണ് സാർ അത്. എടുക്ക്, രാഹുൽ രാജ് സംശയത്തോടെ നിർദ്ദേശിച്ചു. ഒരു കോൺസ്റ്റബിൾ വളരെ ആയാസപ്പെട്ട് അതെടുത്തു. തുറക്ക്. റോഡിൽ വെച്ച് തന്നെ ഇത്തിരി വലിയ ആ കടലാസ് പെട്ടി തുറന്നു. സകലരുടെയും കണ്ണുകൾ ഇടുങ്ങി. ലോട്ടറി ടിക്കറ്റുകൾ. സർക്കാരിൻ്റെ മൺസൂൺ ബമ്പറായ 5 കോടിയുടെ ടിക്കറ്റുകളായിരുന്നു അത്. SP തല കുടഞ്ഞു. അവ വ്യാജ ടിക്കറ്റുകളാണെന്ന് അയാൾക്ക് ഉറപ്പായി. FIRൽ അതുകൂടി ഉൾക്കൊള്ളിക്കാൻ SP നിർദ്ദേശിച്ചു. ലോഡ്ജ് മുറിയിൽ ഉറക്കത്തിലായിരുന്നു ശശാങ്കനും തമ്പിയും മറ്റും. ശശാങ്കനും തമ്പിയും ഒരു റൂമിലും ഗുണ്ടകൾ മറ്റൊരു റൂമിലുമാണ്. അടുത്ത നിമിഷം ശശാങ്കൻ്റെ ഉറക്കത്തെ മുറിച്ചുകൊണ്ട് സെൽഫോണിൻ്റെ ശബ്ദമുയർന്നു. നല്ല മദ്യലഹരിയിൽ ആയിരുന്നതിനാൽ കൈനീട്ടി കാൽ മുറിച്ചു. പക്ഷേ വീണ്ടും അത് ശബ്ദിക്കാൻ തുടങ്ങി. നാശം! ശശാങ്കന് ദേഷ്യം വന്നു. തെറിവിളിച്ചുകൊണ്ട് അയാൾ അതെടുത്തു ഡിസ്പ്ലേയിലേക്ക് നോക്കി. മമത കോളിംഗ്. വീട്ടിൽ നിന്നാണല്ലോ. അസ്വസ്ഥതയോടെ ശശാങ്കൻ അറ്റൻഡ് ചെയ്തു. എന്താടി? ചേട്ടാ, അപ്പുറത്തു നിന്ന് കേട്ടത് ഒരു നിലവിളി. ശശാങ്കൻ നടുക്കത്തോടെ ചാടി എഴുന്നേറ്റ് ചീറി. മോങ്ങാത്ത കാര്യം പറയടി പുല്ലേ. തമ്പിയും കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കി. ഫോണിലൂടെ തീക്കനൽ കണക്കെ മമതയുടെ ശബ്ദം ശശാങ്കൻ്റെ കാതുകളിലേക്ക് ചിതറി വീണു. നമ്മുടെ മോൻ മോൻ. ആ ശബ്ദം ശശാങ്കൻ്റെ തലയ്ക്കുള്ളൊരു വെള്ളിടിയായി. തമ്പി! അലർച്ചയിൽ ആ ഹോട്ടൽ വിറകൊണ്ടു. എന്താ മുതലാളി? ആപത്ത് മനസ്സിലായ തമ്പിയും കുതിച്ചെണീറ്റു. നീ കൊട്ടാരക്കരയിലേക്ക് വിളിച്ചേ. നമ്മുടെ ആരെങ്കിലും? ശശാങ്കൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വിറച്ചു വീണു. നേരെ പുലർന്നു. വാർത്ത കാട്ടുതീ പോലെ പരന്നു. TV ചാനലുകളിൽ ദൃശ്യങ്ങൾ മാറി മാറി വന്നു. ശശാങ്കൻ്റെ മകൻ സനോബർ കൊല്ലപ്പെട്ടു. മൃതദേഹം CIയുടെ ജീപ്പിൽ. CI ആക്സിഡൻറ്റിൽ മരിച്ചു. ചാനലുകൾ തങ്ങൾക്കിഷ്ടപ്പെട്ട രീതിയിൽ കഥ മെനഞ്ഞു. സനോബറിനെ കൊലപ്പെടുത്തിയ ശേഷം ബോഡി മറവ് ചെയ്യാനായി പോയ നേരത്താണ് ചക്രപാണിക്ക് ആക്സിഡന്റ് ഉണ്ടായതെന്ന് അവർ സംശയം പ്രകടിപ്പിച്ചു. ശശാങ്കൻ്റെ കുന്നിൻമുകളിലെ വീട്ടിലേക്ക് ജനപ്രളയമായിരുന്നു. രാവിലെ 7 മണിയോടെ ശശാങ്കൻ എത്തി. ചേട്ടാ! അലറിക്കരഞ്ഞുകൊണ്ട് മമത ഓടിയെത്തി അയാളുടെ നെഞ്ചിലേക്ക് വീണു. നമ്മുടെ മോൻ. ശശാങ്കൻ പ്രതിമ പോലെ നിന്നു. വരുന്ന വഴിക്ക് തന്നെ തമ്പി നാനാഭാഗത്തു നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഒരിക്കലും ചക്രപാണി തൻ്റെ മകനെ കൊല്ലില്ലെന്ന് ശശാങ്കൻ ഉറപ്പാണ്. പിന്നെയാര്? ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി അത് അയാളുടെ മനസ്സിൽ കിടന്നു തിളച്ചു. വൈകിട്ട് 4 മണിയോടെ സനോബറിൻ്റെയും ചക്രപാണിയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. 6 മണിയോടെ സനോബറിൻ്റെ ശരീരം ചിതയിലെരിഞ്ഞു. ശശാങ്കൻ ആർക്കും മുഖം കൊടുക്കാതെ തൻ്റെ മുറിയിലേക്ക് കയറി. സഹിക്കാനാവുന്നില്ല. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടെങ്കിലും സ്വന്തം മകൻ മരിച്ചപ്പോൾ ഇപ്പോൾ അയാൾ ആ വേദന ശരിക്കറിഞ്ഞു. മനസ്സിൽ തീ എരിയുകയാണ്. അയാൾ അലമാര തുറന്നു. ഒരു കുപ്പി മദ്യമെടുത്ത് വായിലേക്ക് ചരിച്ചു. 2-3 കവിൾ കുടിച്ചിട്ട് ചുണ്ടുകൾ തുടച്ചു. ശശാങ്കൻ്റെ കണ്ണുകൾ ചുവന്നു. സത്യമറിയണം. തൻ്റെ മകനെ കൊന്നവരെ ഈ മണ്ണിൽ നിന്ന് പറഞ്ഞുവിടാതെ ഇനി ഉറക്കമില്ല. അതിനുവേണ്ടി അയാൾ തമ്പിയെ വിളിക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് പാരവശ്യത്തോടെ വാതിൽ തള്ളി തുറന്ന് തമ്പി അകത്തെത്തി. വാതിൽ ചാരി. അയാളുടെ അഭാവത്തിൽ നിന്ന് തന്നെ ശശാങ്കന് അപകടത്തിൻ്റെ ചൂരടിച്ചു. എന്താടാ ഇത്? കണ്ടോ മുതലാളി? അയാൾ സെൽഫോണിലെ തൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു ശശാങ്കനെ കാണിച്ചു. ശശാങ്കൻ്റെ കണ്ണു തള്ളി. കഴിച്ച മദ്യം ആവിയായി. SI ചന്ദ്രശേഖരൻ്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള രംഗങ്ങൾ. താൻ അയാളോട് കയർക്കുന്നതും സത്യങ്ങൾ വിളിച്ചു പറയുന്നതും ഒക്കെയുണ്ട്. ശിരസിലൊരു താഴ്ന്നമേറ്റതുപോലെ തോന്നി ശശാങ്കന്. ഇത് എല്ലാവരും കണ്ടു കാണുമോടാ? കണ്ടുകൊണ്ടിരിക്കുകയാവും. ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം ഉണ്ട്. കഴിഞ്ഞ തവണ ഇത്തരം ഒന്ന് വന്നപ്പോൾ ചക്രപാണി സാറാണ് അത് ബ്ലോക്ക് ചെയ്യിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യും മുതലാളി? ശശാങ്കന് ഉത്തരമില്ല. തമ്പി തുടർന്നു. ആ SP ആണെങ്കിൽ അന്നത്തേതിൻ്റെ പേരിൽ പ്രകാശ് ചന്ദ്രനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അയാൾ പറഞ്ഞു നിർത്തിയ നിമിഷത്തിൽ വാതിലിൽ മുട്ടുകെട്ടു. സംശയത്തോടെ തമ്പി ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ SP രാഹുൽ രാജ്. ഞെട്ടലോടെ തമ്പി 2 അടി പിന്നോട്ട് മാറി. മൂക്കുവിടർത്തി മദ്യത്തിൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞിട്ട് SP അകത്തേക്ക് ചൂടുവെച്ചു. എന്നിട്ട് ശശാങ്കനോട് പറഞ്ഞു. മദ്യം ഒന്നിനും പരിഹാരമല്ല ശശാങ്ക. അറിയാമല്ലോ, നിങ്ങളുടെ മകൻ്റെ മരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇന്ന് പക്ഷേ ബുദ്ധിമുട്ടിക്കുന്നില്ല. നാളെ രാവിലെ 9 മണിക്ക് നിങ്ങൾ എൻ്റെ ഓഫീസിൽ എത്തിയിരിക്കണം. സാർ, എൻ്റെ മോനെ കൊന്നവർ ആരാണെങ്കിലും ബാക്കി പറയുവാൻ ശശാങ്കനെ അനുവദിക്കാതെ SP കൈ ഉയർത്തി. ഒരുപാട് കൊലപാതകങ്ങളുടെ ചുരുളഴിയാനുണ്ട് ശശാങ്ക. അവയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് നിങ്ങളോട് വരാൻ പറഞ്ഞതും. മകൻ മരിച്ച ദിവസമായതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകാത്തത്. മാനുഷികമായ ഒരു പരിഗണന അത്രമാത്രം ഓർത്താൽ മതി. അത് പക്ഷേ എൻ്റെ ബലഹീനതയായി കാണരുത്. ഒന്ന് നിർത്തിയിട്ട് രാഹുൽ രാജ് പറഞ്ഞു. പല കാര്യങ്ങൾക്കും ഉള്ള തെളിവുകൾ ഇന്നെനിക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ കടുപ്പിച്ച് അത്രയും പറഞ്ഞിട്ട് SP തിരിഞ്ഞു നടന്നു. അവ്യക്തമായ ഒരു ഭീതി ശശാങ്കനെയും തമ്പിയെയും പൊതിഞ്ഞു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ക്ലിപ്പിംഗ് കൂടി
SP കണ്ടാൽ. തിടുക്കത്തിൽ ശശാങ്കൻ സൈബർ സെല്ലിൽ പരിചയമുള്ള ഒരാളിനെ വിളിച്ചു. പക്ഷേ അവിടെ നിന്നുള്ള മറുപടി നിരാശാജനകമായിരുന്നു. ചക്രപാണി സാറിൻ്റെ ധൈര്യത്തിലാണ് അന്നൊക്കെ ഞങ്ങൾ ഓരോന്ന് ചെയ്തത്. പക്ഷേ രാഹുൽ രാജ് സാറ് ഞങ്ങളെ ആ സെക്ഷനിൽ നിന്ന് നീക്കി. ഞങ്ങളുടെ ഫോണുകൾ പോലും ഇപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് സംശയം. മറുപടി കേൾക്കും മുമ്പ് അപ്പുറത്ത് കോൾ മുറിഞ്ഞു. രാത്രി 8 മണി. SP-യുടെ മുന്നിൽ DYSP വിജയൻ ബാലൻ ഉണ്ടായിരുന്നു. കൊലപാതകങ്ങളെക്കുറിച്ച് രാഹുൽ രാജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കൊരു മെയിൽ വന്നു. രാഹുൽ രാജ് അത് ഓപ്പൺ ചെയ്തു നോക്കി. സനോബറിൻ്റെയും ചക്രപാണിയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ. അവ എത്രയും വേഗം വേണമെന്ന് അയാൾ പോലീസ് സർജനോട് ആവശ്യപ്പെട്ടിരുന്നു. മോണിറ്ററിൽ തെളിഞ്ഞ ആ റിപ്പോർട്ടുകളുടെ രാഹുൽ രാജിൻ്റെ കണ്ണുകൾ തിടുക്കത്തിൽ തെന്നി നീങ്ങി. പിന്നെ മുഖമുയർത്തി അയാൾ DYSP-യെ നോക്കി. വെടിയേറ്റ് തന്നെയാണ് സനോബറിൻ്റെ മരണം. നമ്മൾ കരുതിയതുപോലെ തന്നെ ജീപ്പിൽ നിന്ന് കിട്ടിയ പിസ്റ്റളിലെ ബുള്ളറ്റാണ് സനോബറിനേറ്റിയിരിക്കുന്നത്. അതിൽ അയാളുടെ ഫിംഗർ പ്രിൻ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഫോറൻസിക് റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട്. വിജയബാലൻ കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു. രാഹുൽ രാജ് തുടർന്നു. പക്ഷേ ചക്രപാണി അമിതമായ ലഹരി അയാൾ ഉപയോഗിച്ചിരുന്നു. വായിൽ നിന്ന് 24 സ്റ്റാമ്പുകൾ കിട്ടിയത് കൂടാതെ ആമാശയത്തിൽ ഘാട്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. സാർ, വിജയരാഘവൻ സംശയം പ്രകടിപ്പിച്ചു. ഇത്രയധികം ഒരിക്കലും ഒരാൾ ഒന്നിച്ചുപയോഗിക്കില്ല. അയാൾ ബാക്കി പറയും മുമ്പ് രാഹുൽ രാജ് സമ്മതിച്ചു. യെസ്, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം പേർ ചക്രപാണിക്ക് ഇതൊക്കെ ബലമായി നൽകിയതാവാം. മാത്രമല്ല, മയക്കുമരുന്നുമായി ചക്രപാണിക്ക് ബന്ധമുണ്ടെന്ന് സൂചന ലഭിച്ചതിനാൽ കഴിഞ്ഞ ദിവസം അയാളെ വിളിച്ചു വരുത്തി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തതുമാണ്. ഇപ്പോൾ വ്യാജ ലോട്ടറി നിർമ്മാണത്തിലും അയാൾക്ക് പങ്കുണ്ടെന്ന് ഉറപ്പാണ്. പെട്ടെന്ന് SP-യുടെ ഫോണിലേക്ക് IG-യുടെ കോൾ വന്നു. സാർ, രാഹുൽ രാജിൻ്റെ കാതുകൾ ജാഗരൂകമായി. ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒരു പുതിയ വീഡിയോ ക്ലിപ്പിംഗ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. SI ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടത്. അതിൽ ശശാങ്കൻ്റെയും തമ്പിയുടെയും റോളുകൾ വ്യക്തമാണ്. IG-യുടെ ശബ്ദം. സാർ, SP പിടഞ്ഞുണർന്നു. വിജയബാലിനെ ഒരാംഗ്യം കാട്ടി IG പറഞ്ഞു. പല ഭാഗത്തുനിന്നും തനിക്ക് പ്രഷർ ഉണ്ടായേക്കും. എന്നാലും കൂട്ടത്തിൽ ഒരുത്തനെ കൊന്നവനെ വിട്ടുകൂടാ. അറസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. സാർ, അയാൾ ചക്രപാണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചും IG-യോട് പറഞ്ഞു. അതെ, എല്ലാം ആ ശശാങ്കനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആദ്യം അവനെ പൊക്ക്. സാർ, ഫോൺ കട്ട് ചെയ്തിട്ട് രാഹുൽ രാജ് ബസർ അമർത്തി. SI മുന്നിൽ വന്ന അറ്റൻഷനായി. SP അടിയന്തരമായി ചില നിർദ്ദേശങ്ങൾ നൽകി. ഒപ്പം വിജയബാലനോടും പറഞ്ഞു. ബാല, നീയും കൂടി പോകണം. സാർ. വിജയബാലൻ എഴുന്നേറ്റു. തൊപ്പി ശിരസിൽ വച്ചു. എന്നിട്ട് SP-ക്ക് സല്യൂട്ട് നൽകി. ഓടനാവട്ടം. ശശാങ്കൻ്റെ വീട്ടിൽ അടുത്ത ബന്ധുക്കളിൽ പലരും ഉണ്ടായിരുന്നു. എന്തിനു തയ്യാറായ ഒരു സംഘം ഗുണ്ടകൾ പുറത്ത് കാത്തു കിടക്കുകയുമാണ്. ശശാങ്കനും തമ്പിയും ഇടയ്ക്കിടെ അസ്വസ്ഥതയോടെ സമയം നോക്കി. മകൻ്റെ മരണത്തെക്കുറിച്ച് പോലീസിന് പാരലായി ചിലരെ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുകയാണ് ശശാങ്കൻ. പെട്ടെന്ന് തമ്പിക്കൊരു കോൾ വന്നു. 2 മിനിറ്റോളം നേരത്തെ സംസാരം. പിന്നെ തമ്പി വേഗം ശശാങ്കന് നേരെ തിരിഞ്ഞു. മുതലാളി, ഇന്നലെ രാത്രിയിൽ നമ്മുടെ തടിമില്ലിൻ്റെ ഭാഗത്തു നിന്ന് വെടിശബ്ദം കേട്ടവരുണ്ട്. ശശാങ്കൻ്റെ മുഖം മുറുകി. അയാൾ വേഗം മില്ലിലെ CCTV ക്യാമറകൾ കണക്ട് ചെയ്തിരുന്ന ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറിന് അരികിലേക്ക് പാഞ്ഞു. അതിൽ നിന്ന് ഹാർഡ് ഡിസ്ക് എടുത്ത് കമ്പ്യൂട്ടറിലിട്ടു. ഇൻഫ്രാറെഡ് ക്യാമറയാണ് അവിടെ പിടിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ രാത്രി ദൃശ്യങ്ങൾ കാണാനാവും. 100 മണിക്കൂർ വരെ റെക്കോർഡ് ചെയ്യാവുന്ന ഹാർഡ് ഡിസ്ക്കാണ്. മോണിറ്ററിൽ ചിത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങി. തമ്പിയും ശശാങ്കൻ്റെ പിന്നിൽ വന്നു നിന്ന് അതിലേക്ക് നോക്കി. ആവശ്യമില്ലാത്ത രംഗങ്ങൾ ശശാങ്കൻ ഓടിച്ചുകൊണ്ടിരുന്നു. അവസാനം രാത്രി ദൃശ്യത്തിൽ അതിൽ പകൽ പോലെ നിറങ്ങൾ വ്യക്തമല്ലെന്ന് മാത്രം പെട്ടെന്ന് കണ്ടു. 4 പേർ മില്ലിനുള്ളിലേക്ക് വരുന്നു. അതിൽ ഒരാൾ വാക്കിംഗ് സ്റ്റിക്ക് നിലത്ത് ഓന്നുന്നുണ്ട്. മില്ലിനുള്ളിലെ ദൃശ്യങ്ങൾ. ശശാങ്കൻ ചിത്രങ്ങൾ സ്റ്റിൽ മോഡിലാക്കിയിട്ടു. വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ തമ്പിയോട് പറഞ്ഞു. സൂക്ഷിച്ചു നോക്കിക്കോണം. ഇവന്മാരെ ആരെയെങ്കിലും അറിയുമോന്ന്. ശരി മുതലാളി. അപ്പോൾ ഇത്തിരി കൂടി അടുത്തു നിന്നു. ശശാങ്കൻ ഓരോരുത്തരുടെയും മുഖങ്ങൾ സൂം ചെയ്ത് കൂടുതൽ വലുതാക്കി. നടുങ്ങിപ്പോയി. ശശാങ്കൻ മാത്രമല്ല, തമ്പിയും. ധനുഷ്, ഋഷികേശ്. താടിയും മുടിയും വളർത്തിയ വൃദ്ധനിൽ ഏതാനും സെക്കൻഡുകൾ അവരുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. മുതലാളി, ഇത് ആ CIയുടെ ബാപ്പയല്ലേ? ഇർഫാൻ മുഹമ്മദിൻ്റെ. ഇയാളുടെ കാലല്ലേ നമ്മൾ വെട്ടിയത്? തമ്പി തിരക്കി. ശശാങ്കൻ്റെ മനസ്സിൽ ചോരയിൽ കുതിർന്ന ചില ചിത്രങ്ങൾ മിന്നി. അതെ, അയാൾ തന്നെ. ശശാങ്കൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. സലിം മുഹമ്മദ് അല്ലടാ? ആ. അടുത്തയാളുടെ മുഖവും അവർ തിരിച്ചറിഞ്ഞു. നമ്മൾ സാധനം കൊടുക്കുന്നവനല്ലേടാ അത്? അതാണ് മുതലാളി. ഇവൻ്റെ പേര് പ്രമോദ്. കിഴക്കേ കല്ലടയിലുള്ളതാ. നായിൻ്റെ മോൻ. അവനും അവരോടൊപ്പം കൂടി. SIയുടെ മക്കളെ നമ്മൾ കക്കയത്ത് കാണാതിരുന്നതിൻ്റെ കാരണം ഇതാടാ. നമ്മൾ അവിടെ പോയപ്പോൾ അവന്മാർ ഇങ്ങു വന്നു. ശശാങ്കൻ ഇരുന്ന് പുകഞ്ഞു. തീർച്ചയായും പ്രകാശ് ചന്ദ്രനെ കാണാതായതിന് പിന്നിലും ഇവന്മാരായിരിക്കും മുതലാളി. അതും ശരിയാണെന്ന് ശശാങ്കന് തോന്നി. ആയിരിക്കുമെന്നല്ല, ആണ്. ശശാങ്കൻ്റെ കണ്ണുകൾ പിന്നെയും മോണിറ്ററിൽ തറഞ്ഞു നിന്നു. അവിടെ നടക്കുന്നത് ഓരോന്നും കണ്ട് അവസാനം ജീപ്പിനുള്ളിലേക്ക് നിറയൊഴിക്കുന്ന സലീം മുഹമ്മദ്. മോനെ, അലറിക്കൊണ്ട് ശശാങ്കൻ ചാടി എഴുന്നേറ്റു.
അവനാ സലീമ എൻ്റെ മോനെ കൊന്നത്. തമ്പി, എനിക്ക് അവനെ വേണം, സലീമിനെ, ഒപ്പമുള്ള 3 നാളെ നേരെ പുലരുമ്പോൾ ഒരുത്തനും ബാക്കി കാണരുത്. ശശാങ്കൻ വെട്ടിത്തിരിഞ്ഞു. നമ്മൾ അവസാന അംഗത്തിന് ഇറങ്ങുകയാ, കൊന്ന് കടം വീട്ടാൻ. ആ ശബ്ദം മുറിയിൽ നിന്ന് വിറച്ചു. ശശാങ്കൻ്റെ മുഖത്ത് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്രൗര്യം നിറഞ്ഞു. അത് കണ്ട തമ്പിക്ക് പോലും ഭീതി തോന്നി. അയാൾ അറച്ചറച്ച് ചോദിച്ചു, അവന്മാരെ കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് ഈ രംഗങ്ങൾ പോലീസിനുകൂടി കൈമാറിയാലോ മുതലാളി? ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ നമ്മളെ സംശയിക്കുന്ന പോലീസിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരു വഴി. ശശാങ്കൻ വെട്ടിത്തിരിഞ്ഞു. നിന്റെ തലയ്ക്കകത്തെന്താ കളിമണ്ണോണോടാ പോത്തെ? ഈ രംഗം കണ്ടാൽ എൻ്റെ മോന് മയക്കുമരുന്ന് വ്യാപാരം ഉണ്ടായിരുന്നതായി അവർക്ക് മനസ്സിലാവില്ലേ? അതിലൂടെ അന്വേഷണം നമ്മുടെ ഭാഗത്തേക്കും എത്തില്ലേ? അത് ഞാൻ ഓർത്തില്ല മുതലാളി. തമ്പിയുടെ തല കുനിഞ്ഞു. കോപ്പ്, നീ പെട്ടെന്ന് നമ്മുടെ ആൾക്കാരെ 2ആയി വിഭജിക്കേ. ഒരു കൂട്ടർ കിഴക്കേ കല്ലടയിലേക്ക് പോകട്ടെ, പ്രമോദിനെ പൊക്കാൻ. അടുത്തവർ നമ്മുടെ കൂടെ വരണം, സലീം മുഹമ്മദിൻ്റെ വീട്ടിലേക്ക്. അവിടെ ആ പിള്ളേരും കാണും. എവിടെയാ സലീം ഇപ്പോൾ താമസിക്കുന്നതെന്ന് അറിയാമോടാ? ചടലമംഗലത്താണ്. കൃത്യമായി വീടറിയില്ല. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. തമ്പിയുടെ ഞരമ്പുകളിൽ ചോരയോട്ടം കൂടിത്തുടങ്ങി. 2 മിനിറ്റിനുകൾക്കുള്ളിൽ അവർ അവിടെ നിന്നിറങ്ങി. ഒരു സംഘം കിഴക്കേ കല്ലടയിലേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞു ഇരച്ചു വന്ന 4 പോലീസ് വാഹനങ്ങൾ ശശാങ്കൻ്റെ വീടിന് മുന്നിൽ ബ്രേക്കിട്ടു. SP രാഹുൽ രാജ്, DYSP വിജയബാലൻ എന്നിവരുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് അടക്കം ചാടിയിറങ്ങി. SIയും സംഘവും വീടിനു ചുറ്റും ഒരു വലയം തീർത്തു. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. സിറ്റിംഗ് റൂമിൽ അപ്പോഴും ശശാങ്കൻ്റെ ബന്ധുക്കൾ ഉറങ്ങാതെ ഇരിപ്പുണ്ടായിരുന്നു. പോലീസ് അകത്തേക്ക് കടന്നപ്പോൾ അവർ പെട്ടെന്ന് എഴുന്നേറ്റു. സാർ, മമതയുടെ സഹോദരൻ എന്തോ ചോദിക്കാൻ ആഞ്ഞപ്പോഴേ രാഹുൽ രാജിൻ്റെ ശബ്ദം വന്നു. ശശാങ്കൻ എവിടെ? പുറത്തേക്ക് പോയല്ലോ സാർ. അയാൾക്ക് പന്തിക്കേട് തോന്നി. എപ്പോൾ? ഒരു 5 മിനിറ്റ് ആയി കാണും. എങ്ങോട്ട് പോയതാ? ഒന്നും പറഞ്ഞില്ല സാർ. SP കടുപ്പിച്ചു മൂളി. പിന്നെ വിജയബാലിനെ നോക്കി. സെർച്ച്. സാർ, 1 ഇഞ്ച് സ്ഥലവും വിട്ടുപോകരുത്. പോലീസ് ഓരോ മുറിയിലേക്കും ചിതറിക്കയറി. അകത്തുണ്ടായിരുന്ന സ്ത്രീകൾ പരിഭ്രമിച്ചു. അവർക്കരികിൽ വനിതാ പോലീസുകാർ കാവൽ നിന്നു. 2 നിലകളിലെ മുറികളിലും പോലീസ് തിരച്ചിൽ നടത്തി. ഒന്നും കിട്ടിയില്ല. വിജയബാലൻ ശശാങ്കൻ്റെ പേഴ്സണൽ റൂമിലെത്തി. അവിടെ ഒരു പൂട്ടിക്കിടക്കുന്ന വാതിൽ കണ്ടു. ആ മുറിയുടെ താക്കോൽ എവിടെയാ? അയാൾ വന്നു മമതയോട് തിരക്കി. അവരുടെ മുഖത്ത് പെട്ടെന്നൊരു വിളർച്ച ബാധിച്ചു. മകൻ്റെ മരണം പോലും മറന്ന് അവർ പറഞ്ഞു, അതൊക്കെ അദ്ദേഹത്തിനെ അറിയൂ. പിന്നെ ഈ വീട്ടിൽ ഇന്നുവരെ ഇങ്ങനെ പോലീസ് കയറി നിരങ്ങിയിട്ടില്ല. വിജയബാലൻ്റെ പുരികം ചുളിഞ്ഞു. ഇതൊക്കെ ഓരോരുത്തരുടെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടാ. തൊട്ടടുത്ത് നിന്നിരുന്ന SP രാഹുൽ രാജ് മമതയ്ക്ക് അരികിലേക്ക് വന്നു. ആ മുറിക്കുള്ളിൽ എന്താ? എനിക്കറിയില്ല. അവർ തലവെട്ടിച്ചു. പൂട്ട് തകർക്ക്, അയാൾ പോലീസിന് നിർദ്ദേശം നൽകി. അവർ തോക്കിൻ്റെ പാത്തി കൊണ്ട് അതിൽ ആഞ്ഞടിച്ചിട്ട് പൂട്ട് തകർന്നു. വിജയരാഘവൻ വാതിൽപ്പാളി അകത്തേക്ക് തള്ളി. അകത്ത് ഇരുട്ടായിരുന്നു. പുറത്തെ ഭിത്തിയിലെ സ്വിച്ചുകൾ പോലീസ് മാറി മാറിയിട്ടു. അകത്ത് ലൈറ്റ് തെളിഞ്ഞു. അവിടെ ആയുർവേദ മരുന്നുകളുടെ ലേബൽ ഒട്ടിച്ച ഏറെ പോളിത്തീൻ പെട്ടികൾ കണ്ടു. തുറക്ക്. SPയും DYSPയും നോക്കി നിൽക്കെ പോലീസുകാർ കവർ പൊളിച്ചു. അടുത്ത നിമിഷം അവിടെ മത്തുപിടിപ്പിക്കുന്ന ഒരു ഗന്ധം പരന്നു. ഓരോ പോളിത്തീൻ ബാഗിലും ഉണക്ക ഇലകൾ പൊടിച്ചതുപോലെ എന്തോ കണ്ടു. അവ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ സീൽ ചെയ്ത നിലയിലായിരുന്നു. ഒരു കവറെടുത്ത് DYSP വലിച്ചു കീറി. അതിൽ കുറച്ച് വാരിയെടുത്തു മേശപ്പുറത്ത് വെച്ചു. ഇത് കഞ്ചാവ് അല്ലല്ലോ സാർ? അയാൾ SPയെ നോക്കി. അല്ല, അതിനേക്കാൾ വീര്യമുള്ള മറ്റെന്തോ ആണ്. രാഹുൽ രാജ് 2 വിരലുകളിൽ അതല്പം നുള്ളിയെടുത്തു ഞെരടി മണപ്പിച്ചു. ഘാട്ട് എന്നാണ് ഇതിൻ്റെ പേര്. കഞ്ചാവിൻ്റെയൊക്കെ രാജാവ്. പോസ്റ്റ്മോർട്ടത്തിൽ ചക്രപാണിയുടെ ആമാശയത്തിൽ നിന്ന് കിട്ടിയതും ഇത് തന്നെ, SP വിശദീകരിച്ചു. അവർ ബാക്കി ബാഗുകൾ തുറന്നു. ചിലതിൽ ലഹരി സ്റ്റാമ്പുകളായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ഇവിടുത്തെ ലഹരി ബിസിനസ്സിൻ്റെ കാരിയർ ശശാങ്കനാണ്. ആരോ ചക്രപാണിയോട് ഇതിൻ്റെ പേരിൽ പക തീർത്തതുമാണ്. അത് ഒരു പക്ഷേ ശശാങ്കൻ തന്നെയാവാം. സാർ, പെട്ടെന്ന് വിജയബാലൻ തിരക്കി. ചക്രപാണിയുടെ മരണത്തിൽ ചന്ദ്രശേഖരൻ്റെ മക്കൾക്കും പങ്കുണ്ടായിക്കൂടെ? SPയുടെ കണ്ണുകൾ തിളങ്ങി. അവർ എവിടെയുണ്ടെന്നും ഉടൻ ട്രേസ് ചെയ്യണം. സാർ, ഇനി നമുക്കൊന്നുകൂടി അറിയാനുണ്ട്. ആ ലോട്ടറിയുടെ ഉറവിടം. എന്തോ ചിന്തിച്ചുകൊണ്ട് SP പിറുപിറുത്തു. പിന്നെ സൈബറിൽ വിളിക്ക്. ശശാങ്കൻ എവിടെയുണ്ടെന്ന് സെൽ നമ്പർ വഴി ലൊക്കേറ്റ് ചെയ്യാൻ പറ. ക്വിക്ക്. സാർ, DYSP തിരിഞ്ഞു. ആ നേരത്ത് ബാത്റൂമിൽ കയറി നിന്ന് മമതയുടെ സഹോദരൻ ശശാങ്കൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അളിയ, ഞാനാ. എന്താ? ഈശയോടെ ശശാങ്കൻ്റെ ചോദ്യം. ഇവിടെ മുഴുവൻ പോലീസാ. അവർ അളിയൻ്റെ റൂമിലെ വാതിൽ പൊളിച്ചു. അയാൾ കാര്യം ചുരുക്കി പറഞ്ഞു. പെട്ടെന്ന് അപ്പുറത്ത് ഫോൺ കട്ടായി. പിന്നീട് വീണ്ടും വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് കിട്ടിയത്. കഥ തുടരും.